رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. എസ്കെഎസ്എഫിന്റെ കയ്പമംഗലം മേഖലാ സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീന്റെ റേഞ്ച് ജനറൽ സെക്രട്ടറി ആദരണീയനായ ഫൈസൽ ബദരി അവറുകളെ, വേദിയിൽ സന്നിഹിതരായ എസ്കെഎസ്എഫിന്റെ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ ഷാഹിദ് കോയത്തങ്ങൾ, ബഹുമാന്യരായ എസ്കെഎസ്എഫിന്റെ മേഖല ഭാരവാഹികളും പണ്ഡിതന്മാരുമായ സ്വാലിഹ് വാഫി, ഷഫീഖ് ഫൈസി, റാഫി അൻവരി തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഔദ്യോഗിക വിദ്യാർത്ഥി വിഭാഗമായി കഴിഞ്ഞ 25 വർഷമായി നിരവധി കർമ്മ പദ്ധതികളുമായി കേരളത്തിലും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലും വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എസ്കെഎസ്എഫ് അതിന്റെ അംഗത്വ പ്രചാരണത്തിന്റെ ഭാഗമായി അണിചേരുക നീതി കാക്കാൻ എന്ന വളരെ കാലിക പ്രസക്തമായ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ യുവജന വിദ്യാർത്ഥി തലമുറക്ക് മുമ്പിൽ ഈ സംഘടനയുടെ മഹിതമായ സന്ദേശങ്ങളും നിലപാടുകളും ഇതിന്റെ കർമ്മപരിപാടികളും അവർക്ക് മുമ്പിൽ വിശദീകരിച്ചുകൊണ്ട് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളും ക്യാമ്പുകളും കൺവെൻഷനുകളും സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. ഈ ക്യാമ്പയിനിന്റെ ഭാഗമായി സംഘടനാ നിർദ്ദേശത്തിനേക്കാളും കൂടുതൽ ഉപരിയായി ക്യാമ്പുകൾക്ക് പുറമെ ഇതേപോലെയുള്ള പൊതുസമ്മേളനമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്കിടയിൽ കൂടി നമ്മുടെ സംഘടനയുടെ സന്ദേശങ്ങൾ കൈമാറുന്നതിനു വേണ്ടി ഇത്തരം പദ്ധതികളുമായി മുന്നോട്ട് വന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സംഘടനയ്ക്ക് വേണ്ടി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിലും മറ്റുമൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം ഒരുതരം വിദ്വേഷത്തിന്റെയും ശത്രുതയുടെയും ഉറ്റ സുഹൃത്തുക്കളായി നടന്നിരുന്ന ആളുകൾ പോലും പരസ്പരം സംശയത്തോടുകൂടി നോക്കിക്കാണാൻ അവസരമൊരുക്കുന്ന രീതിയിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളുടെ കൂടി സമ്മതം മാത്രമല്ല പ്രോത്സാഹനത്തോടുകൂടി തന്നെ ഒരുതരം വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ഇതേപോലെ ഒരു സമ്മേളനവുമായി ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഹൈന്ദവ സഹോദരൻ മുസ്ലിമിനെ ഭയപ്പെടേണ്ടവനാണ് എന്നൊരു തോന്നൽ വളർത്തിക്കൊണ്ട് മുസ്ലിം ഇവിടുത്തെ ഹൈന്ദവനെ കരുതലോടുകൂടി കാണേണ്ടവനാണ് എന്നൊരു തോന്നലുണ്ടാക്കിക്കൊണ്ട് ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ആളുകൾ മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകളെയൊക്കെ വളരെ ജാഗ്രതയോടുകൂടി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ധാരണ പരത്തക്കുന്ന വിധത്തിൽ ഒരുപറ്റം മാധ്യമങ്ങളും അതിനനുസരിച്ചുകൊണ്ട് അജണ്ടകളുമായി മുന്നോട്ടു പോകുന്ന ഉദ്യോഗസ്ഥ മേധാവികളും അതിനാവശ്യമായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപറ്റം സംഘടനകളുമൊക്കെ നമ്മുടെ രാജ്യത്ത് അവരുടെ അജണ്ടകൾ പരസ്യമായി പുറത്തെടുത്തുകൊണ്ട് രംഗപ്രവേശനം ചെയ്തൊരു കാലത്താണ്
നമ്മൾ ഇത്തരം ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നത്. ആമുഖമായി ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സമുദായത്തിനിടയിൽ സമുദായങ്ങൾ തമ്മിൽ അനാവശ്യമായ സംശയങ്ങളോ വ്യക്തിവിദ്വേഷങ്ങളോ ശത്രുതയോ വളർത്താൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളെയും കരുതലോടുകൂടി തിരിച്ചറിയുകയും അതിന്റെ പഴുതുകളെല്ലാം വളരെ ഫലപ്രദമായി അടച്ചുകൊണ്ട് ഈ സമൂഹത്തിലെ സാമുദായികമായ മൈത്രിയും സൗഹൃദവുമൊക്കെ വളരെ ഭംഗിയായി എല്ലാ കാലത്തും നിലനിൽക്കണമെന്ന കാര്യത്തിൽ വളരെ കണിശമായൊരു നിലപാട് കാത്തുസൂക്ഷിക്കുന്നവരാണ് മുസ്ലിങ്ങളും അവർ വിശ്വസിക്കുന്ന ഇസ്ലാമികമായ പ്രത്യയശാസ്ത്രവും. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന വർഷം വിശുദ്ധ ഖുർആനിൽ തന്നെ പരാമർശിക്കപ്പെട്ട ഒരു ചരിത്ര സംഭവമുണ്ടായി. വിശുദ്ധ മക്കയിലെ കഅബാലയം ആയിരക്കണക്കിന് വർഷങ്ങളായി ആ കഅബാലയം പ്രദക്ഷിണം ചെയ്യുന്ന തവാഫ് ചെയ്യുന്ന ആളുകൾ ആയിരക്കണക്കിന് വർഷമായി കഅബാലയം ഉണ്ടാക്കപ്പെട്ട അന്ന് മുതൽ ആ കഅബാലയത്തെ തവാഫ് ചെയ്യുന്ന ഒരു പ്രവണത, അത്തരത്തിലുള്ള ഒരു ശീലം, അത്തരത്തിലൊരു ആചാരം അറേബ്യയിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സംഗതിയാണ്. അത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം മാത്രമല്ല, പ്രവാചകരുടെ ജന്മത്തിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പായി ആയിരക്കണക്കിന് വർഷമായി ആ കഅബാലയത്തിന് തവാഫ് ചെയ്യപ്പെടുന്ന ഒരു ആചാരം മക്കയിൽ നിലനിന്നിരുന്നു. അതിനിടയിലാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന വർഷം, എന്നാൽ പ്രവാചകർ ജനിച്ചിട്ടില്ല. ആ കാലത്ത് കഅബാലയത്തെ തവാഫ് ചെയ്യാൻ ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു പഴകിയ ഒരു കെട്ടിടത്തെ പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി ആളുകൾ എങ്ങനെ കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടിരിക്കുന്നത് കണ്ട മക്കയുടെ തൊട്ടടുത്തുള്ള അവിടുത്തെ ഒരു പ്രദേശത്തിന്, അവിടുത്തെ ഒരു നാട്ടുരാജ്യത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരു ഭരണാധികാരി, അദ്ദേഹം യാദൃച്ഛികമായി ക്രൈസ്തവ സമൂഹത്തിൽ ജനിച്ചു വളർന്ന ഒരു ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിക്ക് തോന്നി, ഇങ്ങനെ ഒരു പഴയ കെട്ടിടത്തെ പ്രദക്ഷിണം ചെയ്യാനും വേണ്ടി ദിവസം തോറും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ അതിന് സമാന്തരമായി അതിനേക്കാൾ മോടിയുള്ള, അതിനേക്കാൾ പ്രൗഢി തോന്നിക്കുന്ന, അതിനേക്കാൾ ഭംഗിയുള്ള മറ്റൊരു സമാന്തരമായ ഒരു കഅബാലയം ഞാൻ പണിതു കഴിഞ്ഞാൽ ഇവിടെ പ്രദക്ഷിണം ചെയ്യാൻ വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഒരുപക്ഷെ ഞാൻ പുതുതായി ഉണ്ടാക്കുന്ന ആ മന്ദിരത്തെ പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ആ കഅബാലയത്തിന് സമാന്തരമായി ഈ ക്രൈസ്തവ ഭരണാധികാരി സമാന്തരമായി മറ്റൊരു മണ്ണുനിരം തന്റെ കൊട്ടാരത്തിന് മുമ്പിൽ പണികഴിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആഗ്രഹം കഅബാലയത്തെ തവാഫ് ചെയ്യാൻ വേണ്ടി ആളുകൾ കൂട്ടം കൂട്ടമായി അതിന്റെ അണമുറിയാതെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത് പോലെ തന്റെ കൊട്ടാരത്തിന് മുൻവശത്ത് പണികഴിപ്പിച്ചിട്ടുള്ള പ്രൗഢമായ ആ മന്ദിരത്തെയും പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി വരണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. പക്ഷേ അദ്ദേഹം സമാന്തരമായി പണികഴിപ്പിക്കപ്പെട്ട ആ കഅബാലയത്തെ, അല്ലെങ്കിൽ അദ്ദേഹം സമാന്തരമായി ഉണ്ടാക്കിയ ആ മന്ദിരത്തെ പ്രദക്ഷിണം ചെയ്യാൻ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ആരും അത് വരാതെ കണ്ടപ്പോ ഈ ഭരണാധികാരിക്ക് വല്ലാതെ ദേഷ്യവും പ്രയാസവും ഒക്കെ തോന്നി. ആ ഭരണാധികാരി തന്റെ സൈനികരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മക്കയിലെ ആ കഅബാലയം പൊളിച്ചു കളയണം. മക്കയിലെ ആ കഅബാലയം പൊളിച്ചു കളഞ്ഞാലേ ഈ നാം പുതുതായി പണികഴിപ്പിക്കപ്പെട്ട ഈ മന്ദിരത്തെ പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി ആളുകൾ വരികയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫീൽ എന്ന പേരിൽ ആനക്കലഹം സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ പറയുന്ന, വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെടുന്ന ഈ സംഭവത്തെ ലോകത്തിന് കൈമാറുന്നതിനു വേണ്ടി വിശുദ്ധ ഖുർആനിൽ ഒരു ചെറിയ സൂക്തം തന്നെ രൂപകൽപ്പന ചെയ്തുകൊണ്ട് അല്ലാഹു ആ സൂക്തത്തിലൂടെ പരിചയപ്പെടുത്തപ്പെടുന്ന ഒരു സംഭവമുണ്ട്. ഈ ആനക്കലഹം സംഭവം എന്ന് പറയുന്ന ഈ ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ അബ്രഹത്തിന്റെ ആനക്കൂട്ടം എന്നാണ് അതിനെ ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഒരു സംഘം ആനയുടെ സൈന്യവുമായി കഅബാലയം തകർക്കാൻ വേണ്ടി വന്നപ്പോ ആ കഅബാലയത്തെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തന്നെ അബാബീൽ എന്ന് പേരുള്ള പക്ഷികളുടെ ചുണ്ടുകളിൽ തീയുണ്ടകൾ ഘടിപ്പിച്ചുകൊണ്ട് വിട്ട് ഈ ആന സൈന്യത്തെ മുഴുവൻ തുരത്തി ഓടിച്ച കഥ ചരിത്രം വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. നമ്മളൊക്കെ ധാരാളം സ്ഥിരമായി
പാരായണം ചെയ്യുന്നതും ധാരാളം കേട്ടതുമായതുകൊണ്ട് ആ ചരിത്രത്തിന്റെ മറ്റു പശ്ചാത്തലങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത്, ഒരു ക്രൈസ്തവ സമുദായത്തിൽ ജനിച്ചു വളർന്ന ഒരു ഭരണാധികാരി അവിടെ നൂറുകണക്കിന് ആളുകൾ നിരന്തരമായി ദിനേന പ്രദക്ഷിണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കഅബാലയത്തിന് സമാന്തരമായി തന്റെ കൊട്ടാരത്തിന് മുമ്പിൽ ഒരു സമാന്തരമായ മറ്റൊരു മന്ദിരമുണ്ടാക്കി ആ മന്ദിരത്തെ പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി മറ്റുള്ള ആളുകൾ വരാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ടും യഥാർത്ഥ കഅബാലയത്തെ തകർക്കാൻ വേണ്ടി തന്റെ സൈന്യത്തെ ആനകളുടെ സൈന്യവുമായി പറഞ്ഞേക്കുകയും അവിടെ നിന്നുകൊണ്ട് പിന്തിരിഞ്ഞു പോരേണ്ട ഒരു ഘട്ടം വരികയും ചെയ്ത് അങ്ങനെ ചരിത്രത്തിൽ ആനക്കലഹം സംഭവം എന്ന് പറയപ്പെടുന്ന ഒരു ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് കഅബാലയത്തെ തകർക്കാൻ വേണ്ടി വന്ന ആ സംഭവത്തെ ഇന്നും വിശുദ്ധ ഖുർആനിൽ അത് പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇന്നും ആ പരാമർശങ്ങളടങ്ങിയ ആ സംഭവത്തിന്റെ രക്തചുരുക്കമായ ആ വിശുദ്ധ ഖുർആനിന്റെ ആ ചെറിയ സൂക്തം ലോകത്തെ കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഇന്നും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്നുവരെ ആ അബ്രഹത്തിന്റെ സൈന്യം കഅബാലയം തകർക്കാൻ വന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്നിടത്ത് ഒരു ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ക്രൈസ്തവ ജനവിഭാഗം, ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആളുകൾ വിശുദ്ധമായ കഅബാലയം തകർക്കപ്പെടാൻ വേണ്ടി വന്നു എന്ന ഒരാരോപണം ഉന്നയിക്കാൻ ഇന്നുവരെ മുസ്ലിം ലോകത്ത് വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ച, വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചരിത്രം വിശദീകരിച്ച ഒരു പണ്ഡിതനോ ഒരു സാധാരണ മുസ്ലിമോ പോലും ആ ചെയ്ത പ്രവർത്തനത്തെ ക്രൈസ്തവ സമുദായത്തിന്റെ മേലിൽ ആരോപിക്കുവാനോ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവർ ചെയ്തതായിട്ട് ആരോപിക്കുവാനോ ഇന്നുവരെ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തോട് അത്രമേൽ നീതി പുലർത്തിക്കൊണ്ടാണ് ലോകത്ത് നടന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങളെ ഇസ്ലാമിക പണ്ഡിതന്മാരും ചരിത്ര ഗവേഷകന്മാരും വിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിരിങ്ങളുമൊക്കെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ക്രൈസ്തവ സമുദായത്തിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ തന്റെ അധികാരത്തിന്റെ ദുഷ്ടലാക്കിനു വേണ്ടി അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തി എന്നതിന്റെ പേരിൽ ആ കുറ്റം ക്രൈസ്തവ സമുദായത്തിന്റെ മേൽ കെട്ടിവെക്കാൻ ഇസ്ലാമിക പണ്ഡിതന്മാർ മുന്നോട്ട് വന്നിട്ടില്ല. ആ പ്രവർത്തനത്തെ ക്രൈസ്തവ സമുദായത്തിന്റെ മേലിൽ ആരോപിക്കാൻ ഇന്നുവരെ ആരും മുന്നോട്ട് വന്നിട്ടില്ല. കാരണം ആ പ്രവർത്തനം ചെയ്ത മനുഷ്യൻ, ആ ഭരണാധികാരി ആ സമുദായത്തിൽ ജനിച്ചു എന്ന കാരണത്താൽ അതിന്റെ പേരിൽ ആ സമുദായത്തെ കുറ്റപ്പെടുത്തുവാനോ അപമാനിക്കുവാനോ ദുരാരോപണം ഉന്നയിക്കുവാനോ മുന്നോട്ട് വരിക എന്ന് പറയുന്നത് അത്രയും വലിയ വിഡ്ഢിത്തമാണ്, മൗഢ്യമായിട്ടുള്ള ഒരു നിലപാടാണ് എന്ന തിരിച്ചറിവ് ലോകത്തെ ചരിത്രാന്വേഷികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇങ്ങനെ ലോകത്ത് ഏത് സമുദായങ്ങൾക്കിടയിലാണെങ്കിലും അധാർമികതകൾ വളർന്നു വരുമ്പോ, അക്രമപ്രവർത്തനങ്ങൾ വളർന്നു വരുമ്പോ, ഇതേപോലെ വേണ്ടാവൃത്തികൾ വർദ്ധിച്ചു വരുമ്പോ, അത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും വർഗീയതയുടെ പേരിലാണെങ്കിലും സാമുദായികമായ താല്പര്യങ്ങളുടെ പേരിലാണെങ്കിലും ഒക്കെ അതത് സമുദായങ്ങളും സമുദായത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങളും അനുവദിക്കാത്ത തലത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ആര് കടന്നു വന്നാലും അതിനെല്ലാം ആത്യന്തികമായി ആ സമുദായം എതിരാണ്, ആ സമുദായം പ്രതിനിധാനം ചെയ്യുന്ന മതവിശ്വാസം എതിരാണ്, ആ മതത്തിന്റെ പ്രത്യയശാസ്ത്രം എതിരാണ്. ഈ തിരിച്ചറിവ് നേടാൻ ഇന്ത്യയിലെ വർത്തമാനകാല സമൂഹത്തിൽ ജീവിക്കുന്ന മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മതമുള്ളവനും മതമില്ലാത്തവനും ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര സംവിധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും അത്യന്താപേക്ഷിതമാണ് എന്ന തിരിച്ചറിവ്, ആ തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകാൻ ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാർക്കും സാധ്യമാകുന്ന കാലത്തേക്കാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ആ ഒരു ധാരണയിലേക്ക് ഈ രാജ്യത്തെ ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണം. ഇവിടെ അനാവശ്യമായ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അനാവശ്യമായ ശത്രുത വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നാം മനസ്സിലാക്കണം, ഇവിടെ ഇപ്പോൾ ഒരു ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ 31% മാത്രം ജനസംഖ്യയുള്ള ജനങ്ങളുടെ വോട്ട് മാത്രം വാങ്ങി ജനാധിപത്യത്തിന്റെ ഒരു ലോജിക് അനുസരിച്ചുകൊണ്ട് ഒരു കഴിഞ്ഞ 1.5 വർഷമായി നരേന്ദ്രമോദി എന്ന് പറയുന്ന രാജ്യം കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയൊരു ഫാഷിസ്റ്റ് ഭരണാധികാരി ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്വാഭാവികമായ വളരെ മോശപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങളും സംഭവങ്ങളും നിലപാടുകളുമായി അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് മാത്രം ഇന്ത്യ രാജ്യത്തെ വിലയിരുത്തുക സാധ്യമല്ല. നാം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ രാജ്യത്ത് 5 നൂറ്റാണ്ടുകളോളം മുസ്ലിം സമുദായം ഭരണം നടത്തിയിട്ടുണ്ട്. വിവിധ മുസ്ലിം രാജവംശങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഭരണം നടത്തിയിട്ടുണ്ട്. മുഗൾ രാജവംശം, ഖിൽജി രാജവംശം, ലോധി രാജവംശം, തുഗലക് രാജവംശം തുടങ്ങി
ധാരാളം മുസ്ലിം രാജവംശങ്ങൾ, ഡൽഹി സുൽത്താനേറ്റ് വരെയുള്ള ഒരുപാട് സുൽത്താൻമാരും ചക്രവർത്തിമാരും ഒക്കെ മുസ്ലിം സമുദായത്തിൽ ജനിച്ചു വളർന്ന ഭരണാധികാരികൾ ഇന്ത്യ രാജ്യത്ത് ഭരണം നടത്തിയിട്ടുണ്ട്. 5 നൂറ്റാണ്ടുകളോളമാണ് ആ ഭരണം ഈ രാജ്യത്ത് നിലനിന്നത്. പക്ഷെ ആ രാജ്യത്തെ ആ മുസ്ലിം രാജഭരണകാലത്തുള്ള ചരിത്രത്തിൽ എവിടെയെങ്കിലും ഈ രാജ്യത്തെ ക്രൈസ്തവ സമുദായത്തെ, ഈ രാജ്യത്തെ ഹൈന്ദവ സമൂഹത്തെ, ഈ രാജ്യത്തെ മറ്റേതെങ്കിലും സമുദായ വിഭാഗങ്ങളെ നിർബന്ധമായി ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ ആവശ്യമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഭരണപരമായ രാഷ്ട്രീയമായ അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചു എന്ന് ചരിത്രത്തിൽ ഇന്നുവരെ ആധികാരികമായി ചൂണ്ടിക്കാണിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇവിടെ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, ഇവിടെ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ അതത് കാലത്ത് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളുടെ സാമ്രാജ്യത്തിന്റെ വികസനത്തിനു വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളും ചെറുത്തുനിൽപ്പും എന്നതിനേക്കാളപ്പുറം ഒരിക്കലും മതത്തിന്റെ പേരിൽ സമ്മർദ്ദമോ യുദ്ധമോ അല്ലെങ്കിൽ നിർബന്ധമായ മതപരിവർത്തനമോ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായത്തിലെ ഭരണാധികാരികൾ ഭരണം നടത്തിയിരുന്ന കാലത്ത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. ഈ രാജ്യത്ത് 1498 വാസ്കോഡഗാമ കടന്നു വന്നത് മുതൽ 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാർ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊണ്ട് തിരിച്ചു പോകുന്നതുവരെയുള്ള ദീർഘമായ കാലഘട്ടം, ദീർഘമായ നൂറ്റാണ്ടുകൾ ഇവിടുത്തെ ക്രൈസ്തവ സമുദായത്തിൽ ജനിച്ചു വളർന്ന ആളുകൾ ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്ന കാലഘട്ടം. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ബ്രിട്ടീഷുകാർ, ഇവരൊക്കെ ക്രൈസ്തവ സമുദായത്തിൽ ജനിച്ചു വളർന്നവരായിരുന്നു, ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. ഭരണം നടത്തിയിരുന്ന കാലത്ത് ഇവിടെ ക്രൈസ്തവ മിഷണറിമാരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അതിനേക്കാളപ്പുറം ഈ രാജ്യത്തെ ആ ബ്രിട്ടീഷുകാരാണെങ്കിലും പോർച്ചുഗീസുകാരാണെങ്കിലും ഡച്ചുകാരാണെങ്കിലും ഫ്രഞ്ചുകാരാണെങ്കിലും അവരവരുടേതായിട്ടുള്ള രാഷ്ട്രീയമായ ആധിപത്യത്തിനും അധികാരത്തിന്റെ നിലനിൽപ്പിനും വേണ്ടിയിട്ട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്, ചെറുത്തുനിൽപ്പുകൾ നടത്തിയിട്ടുണ്ട്, പോരാട്ടം നടത്തിയിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവർ നേതൃത്വം നൽകിയിട്ടുണ്ട്. പലതും അതിര് കവിഞ്ഞതായിരുന്നു. ഒന്നും നമ്മൾ ഒന്ന് ചെറുതായി കാണുന്നില്ല. പക്ഷേ ആ ഭരണാധികാരത്തിന്റെ ചെങ്കോൽ ഉപയോഗിച്ചുകൊണ്ട് നിർബന്ധമായി ക്രൈസ്തവ സമുദായത്തിലേക്കോ അതേ ഇവിടുത്തെ മുസ്ലിം സമുദായത്തെയോ ഹൈന്ദവ സമൂഹത്തെയോ ഏതെങ്കിലും ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെയോ ഈ രാജ്യത്തെ മറ്റു മതവിശ്വാസികളെയോ നിർബന്ധമായി ക്രൈസ്തവ സമുദായത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ വേണ്ടി ആ ഭരണകൂടം നേതൃത്വം നൽകിയെന്ന് ചരിത്രത്തെ ആധികാരികമായി പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കില്ല. അവർ പല അക്രമങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടുണ്ടാവാം. അതൊക്കെ അവരുടെ ഭരണാധികാരത്തിന്റെയും അധികാരത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും നിലനിൽപ്പിന് വേണ്ടിയിട്ടുണ്ടാവാം. പക്ഷേ ഒരു മതത്തിന്റെ പേരിൽ ആ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് നിർബന്ധമായ മതപരിവർത്തനത്തിനുള്ള രീതിയായി അവരുടെ മിഷണറി പ്രവർത്തനത്തെയോ പ്രബോധന സംവിധാനത്തെയോ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ശിവജി പോലെയുള്ള, റാണ പ്രതാപ് സിംഗ് പോലെയുള്ള ഒരുപാട് ഭരണാധികാരികൾ, ഹൈന്ദവ സമൂഹത്തിൽ ജനിച്ചു വളർന്ന ഭരണാധികാരികൾ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ്, ഇവിടെ അധിനിവേശ ശക്തികൾ കടന്നു വരുന്നതിന് മുമ്പ് ഒരുപാട് നാട്ടുരാജാക്കന്മാർ ഹൈന്ദവ സമൂഹത്തിൽ ജനിച്ചു വളർന്ന അതിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ധാരാളം ഹൈന്ദവ രാജാക്കന്മാർ ഇന്ത്യ രാജ്യത്ത് ഭരണം നടത്തിയിട്ടുണ്ട്. അവരെല്ലാം ആതിഥ്യ മര്യാദയോടുകൂടിയാണ് ഈ രാജ്യത്ത് അവിടെ ഭരണം നടത്തിയത്. ആതിഥ്യ മര്യാദയോടുകൂടിയാണ്. വിദേശികളായ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ പ്രബോധനത്തിനു വേണ്ടി, മിഷണറി പ്രവർത്തനത്തിനു വേണ്ടി വരുമ്പോ അവരെ സ്വീകരിക്കാനും അവരെ ബഹുമാനിക്കാനും ആദരിക്കുവാനാണ് ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ, ഹൈന്ദവ ഭരണാധികാരികൾ പ്രവർത്തിച്ചിട്ടുള്ളത്. മാലിക് ദിനാറും സംഘവും ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു വന്നപ്പോ അവരെ സ്വീകരിക്കാനാണ് ഇവിടുത്തെ ഹൈന്ദവ ഭരണകൂടം, ഹൈന്ദവ നാട്ടുരാജാക്കന്മാർ ഇവർ തയ്യാറായിട്ടുള്ളത്. ഒരിക്കലും മതത്തിന്റെ പേരിൽ സംഘർഷമുണ്ടായ, മതത്തിന്റെ പേരിൽ വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള പ്രവർത്തനം നടത്തിയതായിട്ട് ഇവിടുത്തെ മുസ്ലിം ഭരണാധികാരികളെയോ ക്രൈസ്തവ ഭരണാധികാരികളെയോ ഹൈന്ദവ നാട്ടുരാജാക്കന്മാരെയോ ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. പിന്നെ ആരാണിത് കൊണ്ടുവന്നു വെച്ചത്? ആരാണ് ഈ വൃത്തികെട്ട സംസ്കാരം ഈ രാജ്യത്തേക്ക് കയറ്റിവിട്ടത്? നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ഹിന്ദുമതത്തിന്റെ പേരിലാണ് പലരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ സമുദായത്തിന്റെ പേരിൽ ഇവിടെ ആരൊക്കെയോ സമ്മർദ്ദ ശക്തികളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വർഗീയത ഇളക്കിവിടാൻ മതമേലധ്യക്ഷന്മാർ ഒരു ഭാഗത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് ഈ സംസ്കാരം നമുക്ക് കൊണ്ടുവന്നു തന്നത്? ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ അപകടകാരികളാണ്. ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ പെൺകുട്ടികളെ, സ്ത്രീകൾ പ്രസവിക്കാൻ പാടില്ല, അവരുടെ ജനസംഖ്യ വർദ്ധിക്കാൻ പാടില്ല.
അവർക്കിടയിൽ വളരെ നിർബന്ധമായ വന്ധ്യംകരണം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ക്യാമ്പയിനുകൾ നടത്തുന്നു. ആരാണ് ഈ സംസ്കാരം നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്നത്? മുസ്ലിം സമുദായം വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. മുസ്ലിം സമുദായത്തിന്റെ പള്ളികളും അതേപോലെ മുസ്ലിം സമുദായത്തിലെ സ്ഥാപനങ്ങളുമൊക്കെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ അപകടകരമായ ഫാഷിസ്റ്റ് ഭരണം വന്നുകൊണ്ടിരിക്കുന്നു. ആ ഫാഷിസ്റ്റ് ശക്തികളെ പ്രതിരോധിക്കാൻ ഈ രാജ്യത്ത് രാഷ്ട്രീയമായ പ്രതിരോധം കൊണ്ട് പരിഹാരമാകുന്നില്ല, മതസംഘടനക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ജിഹാദ് ചെയ്താലല്ലാതെ ഇവിടെ മറ്റു പോംവഴികളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുമത സമൂഹത്തിൽ ഇസ്ലാമിക പ്രമാണം അനുവദിക്കപ്പെടാത്ത പുതിയ പുതിയ ശീലങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് ഈ സംസ്കാരം നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്നത്? അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആരാണ് ഈ സംസ്കാരം നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്? ആരാണ് നമ്മുടെ ഈ രാജ്യത്ത് വളർന്നു വരുന്ന പുതിയ ഹൈന്ദവ തലമുറക്ക് മുമ്പിൽ, മുസ്ലിം യുവാക്കൾക്ക് മുമ്പിൽ, ഇവിടുത്തെ ക്രൈസ്തവ തലമുറക്കിടയിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ വായകളെ, അവരുടെ ചർച്ചകളിലെ പ്രഭാഷണങ്ങളെ ഇങ്ങനെ ഹൈജാക്ക് ചെയ്യപ്പെടുന്ന ഈ സംഘം ആരാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നാം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ രാജ്യം 1947 സ്വാതന്ത്ര്യം നേടുന്ന ഘട്ടത്തിൽ രാജ്യത്തെ വിഭജിച്ചുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത്. എന്താണ് വിഭജനത്തിന്റെ കാരണം? ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് സ്വന്തമായി രാഷ്ട്രം വേണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ കാരണം കൊണ്ടല്ല. ചരിത്രപരമായി ആധികാരികമായി അങ്ങനെ ദുരാഷ്ട്രവാദം മുസ്ലിം സമുദായത്തിനിടയിൽ ഉന്നയിക്കപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ഈ രാജ്യത്തെ ദേശീയ പ്രസ്ഥാനത്തിൽ അള്ളിപ്പിടിച്ചിരുന്ന സവർണ മേലാളിതന്മാരും മറുഭാഗത്ത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്കിടയിലും ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കിടയിലും ഉണ്ടായിരുന്ന ഒരു ഉപജാപ സമ്പത്തിന്റെ നേതൃത്വത്തിൽ അവിടെ ആസൂത്രിതമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഭാവിയിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ ശക്തമാകാൻ പാടില്ല, ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ഒരു വലിയ രാഷ്ട്രീയ ശക്തിയാവാൻ പാടില്ല, അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മറ്റൊരു രാഷ്ട്രമുണ്ടാക്കുക എന്ന പേര് അതിവിടെ പറയുകയും മറുഭാഗത്ത് മുസ്ലിം ഇന്ത്യ രാജ്യത്തിന്റെ അയൽവാസികളായി ഇന്ത്യ രാജ്യത്തിന്റെ അയൽ രാഷ്ട്രമായി വർഗീയത തുളമ്പുന്ന, ഇതേപോലെ തീവ്രവാദം വളർത്താൻ സാഹചര്യമൊരുക്കുന്ന, എന്നും ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം കളിക്കുന്ന, എന്നും ചേരിപ്പോരുണ്ടാകുന്ന, എന്നും യുദ്ധത്തിനുള്ള മുറവിളി കൂട്ടുന്ന ഒരു അയൽ രാഷ്ട്രം സ്ഥാപിച്ചാലേ ഇന്ത്യ രാജ്യം വളർന്നു വരാതിരിക്കുകയുള്ളൂ, ഇന്ത്യയിൽ വികസനം നടക്കാതിരിക്കുകയുള്ളൂ. ഇന്ത്യ എന്ന് പറയുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യം ലോകത്ത് ഉയർന്നു വരുന്ന ഒരു വികസിത രാജ്യമായി മാറാതിരിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്ത് സമാധാനം ഉണ്ടാവാൻ പാടില്ല. ആ സമാധാനം എല്ലാ കാലത്തും ഇല്ലാതാവണമെങ്കിൽ ഇന്ത്യയുടെ അയൽ രാഷ്ട്രം എന്നും ഇന്ത്യയോട് ശത്രുത പോലെ പെരുമാറുന്ന, മതത്തിന്റെ പേരിൽ രണ്ടായി കാണുന്ന, വർഗീയമായി കാണുന്ന, വർഗീയമായ ധ്രുവീകരണത്തിന് അവസരമുണ്ടാക്കുന്ന രാഷ്ട്രീയമായ സാഹചര്യം എല്ലാ കാലത്തും ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന ഈ രാജ്യത്തിന്റെ ശത്രുക്കളുടെ 1947 നമ്മുടെ രാജ്യത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ദുരാഷ്ട്രവാദം എന്ന് പറയുന്ന ഒരു സംഗതി മുസ്ലിം സമുദായത്തിൽ അക്കാലത്ത് ജീവിച്ചിരുന്ന മുസ്ലിം നേതാക്കന്മാരുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാർ ആസൂത്രണം ചെയ്ത പദ്ധതി എന്ന് പറയുന്നത്. അവര് തന്നെയാണ് രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് തന്നെയാണ് ബാബരി മസ്ജിദ് എന്ന് പറയപ്പെടുന്ന 450 വർഷക്കാലം മുഗൾ ചക്രവർത്തിയായ ബാബർ ഇവിടെ നിർമ്മിക്കുകയും നൂറ്റാണ്ടുകളോളം യാതൊരു തർക്കവുമില്ലാതെ യാതൊരു അവകാശവാദവും ഉന്നയിക്കാൻ മറുവിഭാഗങ്ങൾക്ക് അവസരം കൊടുക്കാത്ത വിധം ആധികാരികമായി നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങളുടെ ആരാധനാ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന അവിടെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കൃത്രിമമായി കെട്ടിച്ചമച്ച ഒരു ചരിത്രത്തിന്റെ തുറുപ്പുചീട്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് അതൊരു തർക്കമന്ദിരമായി കൊണ്ടു നടക്കാനും ഇന്ത്യ രാജ്യത്ത് എല്ലാ കാലത്തും ഈ രണ്ട് സമുദായങ്ങൾ തമ്മിലടിപ്പിക്കാനും വർഗീയമായ ചേരുതലുണ്ടാക്കാനും രക്തച്ചൊരിച്ചിലുണ്ടാകാനും ആവശ്യമായ രാഷ്ട്രീയ കാലാവസ്ഥക്കുള്ള വിത്തിട്ടുകൊണ്ടാണ് ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ തിരിച്ചുപോയത്. നാം മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്തെ ഈ മതവിശ്വാസികൾക്കിടയിൽ ഈ ശത്രുതയും ഭിന്നിപ്പും എല്ലാ കാലത്തും നിലനിൽക്കുകയും ഒരിക്കലും അമേരിക്കയോളം വളരുന്ന, ബ്രിട്ടനോളം വളരുന്ന, ഫ്രാൻസിനോളം വളരുന്ന, രാജ്യത്തെ വൻകിട രാഷ്ട്രത്തോളം വളരുന്ന, UN-ന്റെ അടുത്തേക്ക് എത്തുന്ന, അംഗരാഷ്ട്രമാകാൻ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് ഇന്ത്യ രാജ്യം വളരാൻ പാടില്ല. ഇന്ത്യ രാജ്യം വളരാതിരിക്കണമെങ്കിൽ ഈ രാജ്യത്ത് സമാധാനമുണ്ടാകരുത്. സമാധാനമുണ്ടാകാതിരുന്നു കഴിഞ്ഞാൽ ഇവിടെ വികസനമുണ്ടാകില്ല, ഇവിടെ വിദേശികൾ ആകർഷിക്കപ്പെടില്ല, വിദേശ നാണ്യം രാജ്യത്തേക്ക് കടന്നുവരില്ല. അങ്ങനെ എല്ലാ കാലത്തും സംഘർഷഭരിതമായ ഒരു ഇന്ത്യ സ്വപ്നം കണ്ടുകൊണ്ട് അതിനാവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഈ രാജ്യം വിട്ടുകൊണ്ട് സ്വതന്ത്രം നൽകി എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചുപോയത്.
അവരുടെ ആ ശേഷിപ്പുകളെ ഇന്നും ചുമന്നുകൊണ്ട് രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന വർഗീയമായ ആ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫാഷിസ്റ്റ് ശക്തിയുടെ അജണ്ടകളെ തിരിച്ചറിയാൻ മുസ്ലിങ്ങൾ മാത്രമല്ല ഹൈന്ദവ സഹോദരന്മാർക്കും ക്രൈസ്തവ സഹോദരന്മാർക്കും ഇവിടുത്തെ മതേതര കക്ഷികൾക്കും ഇവിടുത്തെ മതനിരപേക്ഷ കക്ഷികളെന്ന് അവകാശപ്പെടുന്നവർക്കുമൊക്കെ സാധിക്കണം. ഇതാണ് ഈ രാജ്യത്തിന്റെ നന്മയ്ക്കു വേണ്ടി ഇക്കാലത്ത് ചെയ്യാനുള്ള ഏറ്റവും വലിയ സംഭാവന. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇന്നിപ്പോ ഈ പുതിയ ഈ ഗ്രാമപഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആ തെരഞ്ഞെടുപ്പിനെ മറയാക്കിക്കൊണ്ടൊക്കെ വളരെ സൗഹൃദത്തോടുകൂടി നൂറ്റാണ്ടുകളായി പതിറ്റാണ്ടുകളായി വളരെ സ്നേഹപൂർവ്വം വളരെ നല്ല രീതിയിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഹൈന്ദവ മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കി പരസ്പരം സംശയമുണ്ടാക്കാനും പരസ്പരം വിദ്വേഷമുണ്ടാക്കാനും വേണ്ടി തെറ്റായ ചരിത്രങ്ങൾ കെട്ടുകഥകളാക്കിക്കൊണ്ട് ഇവിടുത്തെ നിഷ്കളങ്കരായ ഹൈന്ദവ സഹോദരന്മാർക്കിടയിൽ ഹൈന്ദവ ചെറുപ്പക്കാർക്കിടയിൽ പ്രചരിപ്പിക്കാനും വേണ്ടി ബിജെപിയുടെ നേതൃത്വത്തിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ താല്പര്യത്തിനു വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലിലൂടെ പരസ്പരം വിശ്വസിച്ച് കുടുംബത്തെ പോലെ കണ്ടിരുന്ന കുടുംബത്തിലെ അംഗത്തെ പോലെ കണ്ടിരുന്ന പരസ്പരം സ്നേഹിച്ചും വിശ്വസിച്ചും പരസ്പരം കൊണ്ടും കൊടുത്തും വാങ്ങിയും അങ്ങനെ കുടുംബങ്ങളെപ്പോലെ ബന്ധുമിത്രാദികളെപ്പോലെ ജീവിച്ചിരുന്ന അയൽവാസികളായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹിന്ദു മുസ്ലിം സഹോദരന്മാർക്കിടയിൽ പരസ്പരം സംശയം ജനിപ്പിക്കാൻ ആവശ്യമായ വൃത്തികെട്ട ചരിത്രം നമുക്കിടയിൽ പ്രചരിപ്പിക്കാനും പഠിപ്പിക്കാനും ആസൂത്രിതമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ചില വിഭാഗങ്ങൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 4-5 നൂറ്റാണ്ടുകളോളം ഇന്ത്യ രാജ്യം ഭരിച്ചവരാണ് മുസ്ലിങ്ങൾ. 4-5 നൂറ്റാണ്ടുകളോളം ഇന്ത്യ രാജ്യം ഭരിച്ചവരാണ് മുസ്ലിങ്ങൾ. ആ 5 നൂറ്റാണ്ട് മുസ്ലിങ്ങൾ ഭരിച്ചതിന്റെ പേരിലാണ് ഇന്ത്യ രാജ്യത്തെ ഹൈന്ദവ സമൂഹം ഇങ്ങനെ അരക്ഷിതാവസ്ഥയിലേക്കായത്. അവരിവിടെ ഹിന്ദുക്കൾക്കെതിരെ കൂട്ടക്കൊല നടത്തിയിട്ടുണ്ട്, ഹിന്ദുക്കൾക്കെതിരെ യുദ്ധം നടത്തിയിട്ടുണ്ട്, ഹൈന്ദവ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചിട്ടുണ്ട്, അവരിവിടെ നിർബന്ധ മതപരിവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ജനസംഖ്യ വളർന്നു വരാൻ പാടില്ല. അവരുടെ സ്ത്രീകൾ അങ്ങനെ 5ഉം 8ഉം 10ഉം ഒക്കെ പ്രസവിക്കാൻ തുടങ്ങിയാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇത് വീണ്ടും ആ പഴയ മുഗൾ രാജവംശത്തിന്റെ കാലത്തെ പോലെ മുസ്ലിം രാജവംശത്തിന്റെ കാലത്തെ പോലെ മുസ്ലിങ്ങൾ ഇവിടെ പെരുകി വീണ്ടും ഇവിടെ ഒരു മുസ്ലിം രാഷ്ട്രമായി മാറും. അങ്ങനെ അവസ്ഥയായി കഴിഞ്ഞാൽ വീണ്ടും ഇവിടുത്തെ മറ്റു അമുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഒരുക്കുമെന്ന ഭീതി ഉണ്ടാക്കിക്കൊണ്ട് തൊട്ടയൽവാസിയായ ഇന്നലെ വരെ അവന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച, അവന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഭക്ഷണം കൊണ്ടുവന്ന, നമ്മുടെ ഭക്ഷണത്തിന്റെ വിഹിതം അങ്ങോട്ട് കൊടുത്ത, അത്രമേൽ പരസ്പര സ്നേഹത്തോടു കഴിഞ്ഞിരുന്ന ഹിന്ദു മുസ്ലിമിനെയും മുസ്ലിം ഹിന്ദുവിനെയും പരസ്പരം സംശയിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതേ മുസ്ലിം സമൂഹത്തിൽ തന്നെ ഇവിടുത്തെ ഹൈന്ദവരെല്ലാം ബിജെപി ആയിരിക്കുന്നു. എല്ലാവരും മോഡിയുടെ ആളുകളാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ നാട്ടിലെ പള്ളികളും തകർക്കാൻ വേണ്ടി വരുന്നു. ബാബരി മസ്ജിദ് തകർത്തപ്പോ അശോക് സിംഗാൾ അന്ന് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഈ പള്ളി പൊളി ഇവിടെ തീരുന്നില്ല, ഇന്ത്യയിലെ 3000-ലധികം പള്ളി ഇനി പൊളിക്കാനുണ്ട്. ഇവിടുത്തെ തൊട്ടടുത്ത കൊടുങ്ങല്ലൂർ പള്ളി, ആ പള്ളി അശോക് സിംഗാളിന്റെ ലിസ്റ്റിൽപ്പെട്ട പള്ളിയാണ്. മമ്പുറത്തെ പള്ളി അശോക് സിംഗാളിന്റെ ലിസ്റ്റിൽപ്പെട്ട പള്ളിയാണ്. വെളിയങ്കോട് ഉമർഖാദിയുടെ പള്ളി ആ ലിസ്റ്റിൽപ്പെട്ട പള്ളിയാണ്. ഈ പള്ളി തകർക്കാൻ വന്നാൽ ആ പള്ളി സംരക്ഷിക്കാൻ ഇവിടെ ആരുണ്ടാകും? മുസ്ലിം ലീഗ് ആ പള്ളി സംരക്ഷിക്കാൻ വരൂല. CPM-കാർക്ക് പ്രത്യേകിച്ചൊരു പള്ളി സംരക്ഷിക്കുന്ന കാര്യത്തിൽ പ്രത്യേക താല്പര്യമെടുക്കാൻ കഴിയില്ല. കോൺഗ്രസുകാർ അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാബരി മസ്ജിദ് തകർന്നത്, അവരൊരിക്കലും സംരക്ഷിക്കപ്പെടൂല. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊന്നും മുസ്ലിങ്ങളുടെ പള്ളി സംരക്ഷിക്കാൻ വരില്ല.
പിന്നെ മതസംഘടനകളാണ്. ആ മതസംഘടനകളാണെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളിവാരി എറിയാനും ആക്ഷേപം ഉന്നയിക്കാനും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കാനും എന്നതിനേക്കാളപ്പുറം ഈ സമുദായത്തിന്റെ കാര്യത്തിലൊന്നും അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എന്തു വേണം? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പരിഹാരമല്ല, മതസംഘടനകൾ പരിഹാരമല്ല, മതപണ്ഡിതന്മാർ ഈ സമൂഹത്തിന് അഭയം നൽകില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ വേണ്ടി നമ്മൾ രംഗത്ത് വരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരന്റെ കർമ്മശേഷിയെ ചൂഷണം ചെയ്ത് അവനെ വിനാശകരമായ മാർഗത്തിലേക്ക് തെളിച്ചുവിടാൻ മറുഭാഗത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ശത്രു ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമൂഹത്തിലെ ഒരു പറ്റം അവിവേകികളായ ചെറുപ്പക്കാർ വളർന്നുവരണം. ഹൈന്ദവ സമൂഹത്തിലും ഒരു വിഭാഗം അവിവേകികളായ ചെറുപ്പക്കാർ വളർന്നുവരണം. എന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംശയത്തോടുകൂടി വിദ്വേഷത്തോടുകൂടി പരസ്പരം ജാഗ്രത പുലർത്തി അങ്ങനെ കത്തിമൂർച്ച കൂട്ടിക്കൊണ്ട് കാത്തിരിക്കുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് ഈ കേരളത്തെ പോലും കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് വളരെ വിവേകത്തോടുകൂടി വളരെ ബുദ്ധിപരമായി കഴിഞ്ഞ കാലങ്ങളിൽ മുസ്ലിം സമൂഹത്തിനിടയിലും ഹൈന്ദവ സമൂഹത്തിനിടയിലും ക്രൈസ്തവ സമൂഹത്തിനിടയിലും മതമില്ലാത്തവർക്കിടയിലുമൊക്കെ നിലനിന്നിരുന്ന ആ സൗഹൃദാന്തരീക്ഷം, ആ മൈത്രി, അത് നിലനിർത്താൻ ആവശ്യമായ പരിശ്രമമാണ് വ്യക്തിപരമായിട്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള നിലപാടുകൾ കടന്നുവരുന്ന ഘട്ടങ്ങളിലൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും SKSF ഒക്കെ ഇത്തരത്തിലുള്ള ചിന്താഗതികളെ ശക്തമായി എതിർക്കാനും വിമർശിക്കാനും മുന്നോട്ട് വന്നവരാണ്. നമ്മൾ ആലോചിക്കണം, ഒരിക്കലും ഈ അപകടകരമായ ഒരവസ്ഥയിലേക്ക് ഇരു സമുദായങ്ങൾക്കിടയിൽ ഈ വർഗീയതയും തീവ്രവാദവും ഈ ഫാഷിസവും വളർത്താനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രം പച്ചക്കള്ളമാണ്. നമ്മുടെ പുതിയ തലമുറയെ, ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട പുതിയ ചെറുപ്പക്കാരെ സംഘപരിവാറിന്റെ ശാഖകളിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രങ്ങൾ പച്ചക്കള്ളമാണ്. നാം മനസ്സിലാക്കണം, ഇവിടെ അശോക ചക്രവർത്തിയും കലിംഗ വിഭാഗവും തമ്മിൽ യുദ്ധമുണ്ടായിട്ടുണ്ട്. രണ്ടും ഹൈന്ദവ സമൂഹത്തിൽ ജനിച്ചു വളർന്ന ഭരണാധികാരികളും അവരുടെ പ്രജകളുമാണ്. പക്ഷെ നാം മനസ്സിലാക്കണം, ഇവർ തമ്മിൽ യുദ്ധമുണ്ടായി, അതിൽ മുസ്ലിങ്ങൾ കക്ഷിയായിരുന്നില്ല. മുസ്ലിങ്ങൾ കക്ഷിയല്ലാതെ എങ്ങനെയാണ് രണ്ട് ഹൈന്ദവ രാജാക്കന്മാർ തമ്മിൽ യുദ്ധമുണ്ടാകുന്നത്? അപ്പൊ യുദ്ധത്തിന്റെ അടിസ്ഥാനം മതമല്ല, സമുദായമല്ല, അവരവരുടെ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. ഒരു ഭരണാധികാരി മറ്റൊരു ഭരണാധികാരിയെ ആക്രമിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഭരണാധികാരിയുടെ സാമ്രാജ്യത്തിന്റെ വികസനമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം, രാഷ്ട്രീയമായ താല്പര്യം മാത്രമാണ്. മുഗൾ ചക്രവർത്തി ഡക്കാൻ രാജാവിനെ ആക്രമിച്ചിട്ടുണ്ട്. മുഗൾ ചക്രവർത്തിമാർ ഡക്കാൻ രാജാക്കന്മാരുമായി, ഡക്കാൻ മുസ്ലിങ്ങളുടെ ഭരണാധികാരികളുമായി യുദ്ധം നടത്താൻ കാരണം എന്താണ്? മുഗൾ രാജാക്കന്മാർ ജനിച്ചു വളർന്നത് മുസ്ലിങ്ങളായിട്ടാണ്, മുസ്ലിം രാജാക്കന്മാരാണ്. ഡക്കാനിലെ ഭരണാധികാരികളും മുസ്ലിങ്ങളായിരുന്നു. അങ്ങനെ രണ്ട് മുസ്ലിം രാജാക്കന്മാർ തമ്മിൽ യുദ്ധമുണ്ടാകാൻ കാരണം എന്താണ്? അതിന്റെ അടിസ്ഥാനം മതപരമല്ല, സാമുദായികമല്ല, രാഷ്ട്രീയം മാത്രമാണ്. മുഗൾ ചക്രവർത്തി ഡക്കാൻ രാജവിഭാഗത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ താല്പര്യം മുഗൾ രാജവംശത്തിന്റെ സാമ്രാജ്യത്തിന്റെ വികസനത്തിനു വേണ്ടി ഡക്കാൻ ഭരണകൂടത്തെ ആക്രമിക്കുക, അവർക്കെതിരെ യുദ്ധം ചെയ്യുക എന്നതാണ്. അതിലിവിടെ മതം കാണാൻ സാധിക്കും, അതിലിവിടെ സമുദായം കാണാൻ സാധിക്കും. അക്ബർ ചക്രവർത്തി മഹാറാണ പ്രതാപ് സിംഗുമായി അക്രമമുണ്ടായിട്ടുണ്ട്, യുദ്ധമുണ്ടായിട്ടുണ്ട്. ഒന്ന് പേരിന് മുസ്ലിം രാജാവാണ്, ഒന്ന് പേരിന് ഹൈന്ദവ സമൂഹത്തിൽ ജനിച്ചു വളർന്ന രാജാവാണ്. അതിനെ ഹിന്ദു മുസ്ലിം സംഘടനമെന്നോ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള യുദ്ധമെന്നോ പറയാൻ കഴിയുമോ? മറാത്തരും രജപുത്രന്മാരുമായി യുദ്ധമുണ്ടായിട്ടുണ്ട്. രണ്ടും ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ആളുകളാണ്. അതിനെ രണ്ട് ഹൈന്ദവ രാജാക്കന്മാർ തമ്മിലുള്ള രാഷ്ട്രീയമായ പോരാട്ടം എന്നതിനേക്കാളപ്പുറം അതിൽ സമുദായമോ മതമോ കാണാൻ കഴിയില്ല. എന്നാൽ ഇതേപോലെ രജപുത്ര വിഭാഗം മറാത്തരെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. രണ്ടും ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ഭരണാധികാരികളാണ്. പക്ഷേ മറാത്ത വിഭാഗത്തെ ആക്രമിക്കാൻ രജപുത്ര രാജാക്കന്മാർ രംഗത്ത് വന്നപ്പോ ആ ഹിന്ദു സമൂഹത്തിൽ ജനിച്ചു വളർന്ന രജപുത്രന്മാരെ സഹായിക്കാൻ, പിന്തുണക്കാൻ ഔറംഗസീബ് എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തി ഉണ്ടായിരുന്നു. ഇതിനെ ഹിന്ദു മുസ്ലിം യുദ്ധം എന്ന് പറയാൻ പറ്റുമോ? ഹിന്ദു യുദ്ധം എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും മതപരമായൊരു പരിവേഷം അതിന് ചേർത്തുവെക്കാൻ കഴിയില്ല, രാഷ്ട്രീയം മാത്രമാണ്.
അതേപോലെ അംബർ രാജാക്കന്മാരും അക്ബർ ചക്രവർത്തിയും യുദ്ധമുണ്ടായിട്ടുണ്ട്. അന്ന് അക്ബർ ചക്രവർത്തിയെ സഹായിക്കാൻ മഹാറാണ പ്രതാപ് സിംഗ് വന്നു. ഹിന്ദുവായ അംബർ രാജാക്കന്മാരെ സംരക്ഷിക്കാനോ അവരുടെ യുദ്ധത്തിന് പിന്തുണക്കാനോ അല്ല വന്നത്. മുസ്ലിം നാമധാരിയായ അക്ബർ ചക്രവർത്തിയെ പിന്തുണക്കാനാണ് മഹാറാണ പ്രതാപ് സിംഗ് എന്ന് പറയുന്ന ഹിന്ദു രാജാവ് വന്നിട്ടുള്ളത്. ഇബ്രാഹിം ലോധി എന്ന് പറയുന്ന മുസ്ലിം രാജാവിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് ബാബർ മുഗൾ രാജവംശം ഇവിടെ സ്ഥാപിച്ചത് തന്നെ. എന്തിനധികം പറയണം, നമ്മുടെ രാജ്യത്ത് ഡൽഹിയിൽ 1193 മുതൽ 1526 വരെ ദീർഘമായ കാലഘട്ടമാണ്. ഏകദേശം 4 നൂറ്റാണ്ട് കാലത്തോളം ഡൽഹി ഭരിച്ചത് 35ഓളം സുൽത്താൻമാരാണ്. ഈ 35 ഭരണാധികാരികളും മുസ്ലിം രാജാക്കന്മാരായിരുന്നു. പക്ഷെ ഈ 35 മുസ്ലിം സുൽത്താൻമാരിൽ 19 സുൽത്താൻമാരെയും കൊലപ്പെടുത്തിയത് മുസ്ലിം രാജാക്കന്മാരാണ്. കാരണം വെറും രാഷ്ട്രീയമാണ് അതിന്റെ പിന്നിൽ. 2 സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള, 2 നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള, 2 ഭരണാധികാരികൾ തമ്മിലുള്ള അവരുടെ സാമ്രാജ്യത്തിന്റെ വികസനത്തിനു വേണ്ടി നടത്തുന്ന യുദ്ധം എന്നതിനേക്കാൾ അപ്പുറം ഒരിക്കലും അതിൽ മതമോ സമുദായമോ പ്രത്യയശാസ്ത്രമോ കാണേണ്ടതില്ല എന്ന് ചരിത്രത്തെ വളരെ നേർക്കുനേർ അന്വേഷിച്ചാൽ കാണാൻ സാധിക്കും. മാത്രമല്ല, ഇത് കേവലം രാഷ്ട്രീയം മാത്രമല്ല. ഈ ഭരണാധികാരികൾ, ഹിന്ദു ഭരണാധികാരികൾ മുസ്ലിങ്ങളിൽ വിശ്വാസമർപ്പിച്ചിരുന്നു. മുസ്ലിം ഭരണാധികാരികൾ ഹിന്ദു സമൂഹത്തിലും വിശ്വാസമർപ്പിച്ചിരുന്നു. ആ അർത്ഥത്തിലാണ് അവർ ജീവിച്ചു പോയത്. നമുക്കറിയാം, ഔറംഗസീബ് ആലം ഖാൻ മുഗൾ ചക്രവർത്തിയാണ്. മുഗൾ രാജവംശത്തിലെ ഏറ്റവും കൂടുതൽ ഭരണം നടത്തിയ ഇസ്ലാമിക പണ്ഡിതനായ സൂഫിവര്യനായ ഭരണാധികാരിയാണ്. എന്നാൽ ഔറംഗസീബ് ആലം ഖാന്റെ 2 സൈന്യാധിപന്മാരുണ്ടായിരുന്നു. ഒരാളുടെ പേര് ജസ്വന്ത് സിംഗ്, ഒരാളുടെ പേര് ജയ്സിംഗ് സിംഗ് എന്നായിരുന്നു. ജയ്സിംഗും ജയ്സ്വന്ത് സിംഗും 2 മുസ്ലിങ്ങളല്ല, സേനാനായകന്മാർ, അമുസ്ലിം സമൂഹത്തിൽപ്പെട്ട 2 ആളുകളായിരുന്നു ഔറംഗസീബ്. ഔറംഗസീബിന് മറ്റു സമുദായത്തിൽപ്പെട്ടയാളെ തന്റെ രാജ്യത്തിന്റെ കാവൽഭടന്മാരാക്കി കമാൻഡറായി നിർത്തിയാൻ മാത്രം ആ സമുദായങ്ങൾക്കിടയിൽ പരസ്പരം വിശ്വാസം നിലനിർത്താൻ അവർക്ക് സാധിച്ചിരുന്നു. നമ്മുടെ കേരളത്തിൽ ഹിന്ദുവായ സാമൂതിരി രാജാവിന്റെ സേനാനായകനായി കുഞ്ഞാലിമരക്കാരെ സ്വീകരിക്കാനും വിശ്വസിക്കാനും സാമൂതിരി രാജാവിന് സാധിച്ചത് എങ്ങനെയാണ്? കാരണം അവരുടെ ചരിത്രത്തെ സാഹചര്യത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് ഇന്നിവിടെ സമുദായങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട പ്രാഥമികമായ കാര്യം, അന്ന് ഈ സമുദായങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, അവർക്കിടയിൽ പരസ്പരം വിശ്വാസക്കുറവില്ല, അവർക്കിടയിൽ ശത്രുത വളർത്താൻ രാജ്യത്തിന്റെ ശത്രുക്കൾ പോലും ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല. ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനം പോലും ഇവിടെ നടപ്പിലാക്കി. ഭിന്നിപ്പിച്ചു ഭരിക്കാൻ വേണ്ടി, ആ ഭിന്നിപ്പിച്ചു ഭരിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള സംവിധാനം പോലും ഇവിടെ നടപ്പാക്കിയപ്പോഴും ഒരിക്കലും ഈ രാജ്യത്തെ ഹിന്ദുവും മുസ്ലിമും തമ്മിലടിക്കാനോ അവർക്കിടയിൽ വർഗീയത ഉണ്ടാക്കുവാനോ ഉള്ള ശ്രമങ്ങളെ വിജയിപ്പിച്ചെടുക്കാൻ ഈ രാജ്യത്തിന്റെ അധിനിവേശ ശക്തികൾക്ക് സാധിച്ചില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമ്മുടെ ചരിത്രം സാമുദായിക സൗഹാർദ്ദത്തിന്റെ ചരിത്രമാണ്. ഈ രാജ്യത്തിന്റെ പൈതൃകം സാമുദായിക സൗഹാർദ്ദത്തിന്റെ പൈതൃകമാണ്. ഈ രാജ്യത്തിന്റെ മുസ്ലിം സമുദായവും ഹിന്ദു സമൂഹവും ക്രൈസ്തവ സമുദായവും മതമുള്ളവരും മതമില്ലാത്തവരുമൊക്കെ കടന്നുവന്ന രാജ്യത്തിന്റെ 5000ഓളം വർഷത്തിന്റെ സാംസ്കാരിക പാരമ്പര്യമുള്ള ഇന്ത്യയുടെ പൈതൃകം എന്ന് പറയുന്നത് വർഗീയതയുടെ പൈതൃകമല്ല, ഭിന്നിപ്പിന്റെ പൈതൃകമല്ല, വിദ്വേഷത്തിന്റെ പൈതൃകമല്ല, പരസ്പരം വിശ്വാസമില്ലായ്മയുടെ പൈതൃകമല്ല, പരസ്പരം രഞ്ജിപ്പിന്റെയും ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സമഭാവനയുടെയും പൈതൃകമാണ്. സ്വാഭാവികമായും അതത് സമുദായങ്ങൾക്ക് അവരുടെ മതം പ്രചരിപ്പിക്കാൻ പരസ്പരം സ്വാതന്ത്ര്യമുണ്ടായി. എത്രത്തോളം? സാമൂതിരി രാജാവ് ഭരണം നടത്തിയിരുന്ന കാലത്ത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഈ സാമൂതിരി രാജാവിന്റെ അംബാസഡറായിട്ട് മഖ്ദൂമുമാരെ പോലും നിയമിക്കപ്പെട്ട സാഹചര്യം. സാമൂതിരി രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്ന കാലത്ത് രാജാവ് പ്രജകളെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് രാജാവിനെ പല്ലക്കിൽ ചുമന്നുകൊണ്ടാണ്
ആളുകളെ കാണാനും വേണ്ടി, ജനങ്ങളെ നേരിട്ട് കാണാനും, അവരുടെ പരാതികൾ കേൾക്കാനും, അവരുടെ വിവരങ്ങൾ അന്വേഷിക്കാനും സാമൂതി രാജാവ് പോയിരുന്നത്. ഈ പല്ലക്കിൽ സാമൂതി രാജാവിനോടൊപ്പം ഇരിക്കാൻ 4 പേർക്കാണ് അവകാശമുള്ളത്. നമ്മൾ ആലോചിക്കണം, ഹൈന്ദവ സമൂഹം മഹാഭൂരിപക്ഷമുള്ള ഒരു നാട്. ആ ഹൈന്ദവ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന സാമൂതിരി രാജാവ്, ആ സാമൂതിരി രാജാവ് തന്റെ പ്രജകളെ കാണാനും വേണ്ടി, ജനങ്ങളെ കാണാനും വേണ്ടി, ജനങ്ങളുടെ ആശ്വാസങ്ങൾ, അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാനും അന്വേഷിക്കാനും വേണ്ടി ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ സാമൂതിരി രാജാവ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പല്ലക്കിൽ 4 പേർക്ക് ആണ് സാമൂതിരിയോടുകൂടെ ഇരിക്കാനുള്ള അവകാശമുള്ളത്. ആ 4-ൽ 1 ആ പ്രദേശത്തെ മുസ്ലിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കാളിയാവണം എന്നത് സാമൂതിരിയുടെ നിയമമായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനൊരു പൈതൃകം നമ്മുടെ നാട്ടിലുണ്ട്, ഇങ്ങനൊരു പാരമ്പര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഈ പാരമ്പര്യത്തെ തകർക്കാനും ഈ പാരമ്പര്യത്തിൽ വിള്ളൽ വീഴ്ത്താനും നിക്ഷിപ്തമായ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി രക്തച്ചൊരിച്ചിലുണ്ടാക്കാനാണ് ഇവിടെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ശ്രമത്തെ തിരിച്ചറിയാനും, ആ ശ്രമം, ഈ ഭിന്നിപ്പിന്റെ ശ്രമം ഏത് സമുദായത്തിൽ നിന്നാണെങ്കിലും അതത് സമുദായ നേതൃത്വത്തിന് അവരെ ഇരുത്തേണ്ടിടത്തിരുത്താനും നിലക്ക് നിർത്താനും സാധിക്കുന്ന തലത്തിൽ നേതൃപരമായ പങ്കാളിത്തം വഹിക്കാൻ ഇവിടെ സാധ്യമാകണം. നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം, വർഗീയത തൊട്ടുതീണ്ടാത്ത സ്നേഹത്തിന്റെയും സമഭാവനയുടെയും മാനുഷികമായ ഐക്യത്തിന്റെയും ഒക്കെ അപ്പോസ്തലനായി പരിചയപ്പെടുത്താവുന്ന മഹത്തായ ഒട്ടേറെ സന്ദേശങ്ങൾ നൽകിയിട്ടുള്ള ഗുരുദർശനത്തിന്റെ പേരിൽ ഇന്നും പെരുമ്പറയടിക്കുന്ന മഹാനായ ശ്രീനാരായണ ഗുരു, ആ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ കച്ചവടം നടത്തുന്ന, ശ്രീനാരായണ ഗുരുവിനെ മാർക്കറ്റിലെ ഒരു ഉൽപ്പന്നമായി കൊണ്ടു നടക്കുന്ന സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശനെ മറയാക്കിക്കൊണ്ട് ഇവിടെ ഹിന്ദുത്വ രാഷ്ട്രീയവും ഫാഷിസവും ഒക്കെ ഇവിടെ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ആലോചിക്കണം, ഒരിക്കലും ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ അംഗീകരിക്കുന്നവരോ അതിനെ സ്വീകരിക്കുന്നവരോ അല്ല ശ്രീനാരായണ ഗുരുവിനെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന ആളുകൾ. ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ മേനി പറഞ്ഞു നടക്കുന്ന അതിന്റെ നേതാവ് പോലും സത്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾക്ക് കടക്കൽ കത്തിവെക്കാനും ആ അർത്ഥത്തിൽ അതിനെതിരായി പ്രവർത്തിക്കാനും മുന്നോട്ട് വന്ന ആളുകളാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. പക്ഷേ ഇവിടെ നേർക്കുനേർ ഹിന്ദുത്വ ഫാഷിസത്തിന്റെ അജണ്ടകൾ നേർക്കുനേർ പറയാനും നടപ്പിലാക്കാനും കഴിയാത്ത ഒരു സമാധാനപരമായ സാമൂഹ്യമായ അന്തരീക്ഷം കേരളത്തിലുള്ളപ്പോ ഇതേപോലെ ചില ആളുകളുടെ മറപിടിച്ചുകൊണ്ട് ഈ രാജ്യത്തേക്ക് വർഗീയതയും ഫാഷിസവും ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനെ പ്രതിരോധിക്കാൻ ഇടത് വലത് മുന്നണികൾക്കതീതമായി ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ ബാധ്യതയുണ്ട് എന്ന് സാന്ദർഭികമായി നമ്മൾ അറിയിക്കുകയാണ്. എല്ലാ പാർട്ടികൾക്കും ബാധ്യതയുണ്ട്. രാഷ്ട്രീയമായ വലിയ ഉത്തരവാദിത്വമാണത്. കാരണം കേരളവും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനവും തമ്മിലുള്ള ആ സമാധാനപരമായ അന്തരീക്ഷത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഹിന്ദുത്വ ഫാസിസത്തിന്റെ അജണ്ടകൾ നേർക്കുനേറെ പറയാൻ കഴിയാത്തൊരു സാമൂഹ്യ അന്തരീക്ഷം ഇന്നും കേരളത്തിൽ ശേഷിപ്പുണ്ട് എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ പത്രത്തിൽ വായിച്ചത്. ഒരു ഭാഗത്ത് ഒരു മുസ്ലിം സഹോദരന്റെ വീട്ടിൽ ബീഫ് സൂക്ഷിച്ചു എന്ന ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് ആ മനുഷ്യനെ രാത്രി കിടന്നുറങ്ങുന്നിടത്ത് വീട്ടിൽ കയറി മാളിക മുകളിൽ കയറുന്ന മനുഷ്യനെ അവിടെ നിന്ന് ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീറ്റ് കോണികളിലൂടെ വലിച്ച് താഴ്ത്തിട്ട് ആട്ടിപ്പായിച്ച് തല്ലിക്കൊല്ലുന്ന സാഹചര്യം. അഖ്ലാഖ് എന്ന് പറയുന്ന 55 വയസ്സുകാരനെ അങ്ങനെ തല്ലിക്കൊല്ലുന്ന ഒരു വിഭാഗം. എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ്? അദ്ദേഹത്തിന്റെ വീട്ടിൽ ബീഫ് സൂക്ഷിച്ചു എന്ന ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് ആ മനുഷ്യനെ ആക്രമിക്കുന്നു, ആ മനുഷ്യനെ തല്ലിക്കൊല്ലുന്നു. ഈ രാജ്യത്തെ ഒരു പൗരന് അവൻ ഏത് ഭക്ഷണം കഴിക്കണം? ഇന്ത്യ ഗവൺമെന്റ് നിരോധിച്ച ഒരു ഭക്ഷണമല്ല ബീഫ്. നമ്മൾ ആലോചിക്കണം, ഇന്ത്യ രാജ്യത്തെ പൗരന്മാർക്ക് കഴിക്കാൻ അവകാശമില്ലാത്ത നിയമവിരുദ്ധമായ ഒരു മാംസമല്ല ബീഫ് ഈ നിമിഷം വരെ. അങ്ങനെയുള്ളൊരു നാട്ടിൽ അദ്ദേഹം ബീഫ് സൂക്ഷിച്ചിട്ടില്ല, അത് വേറൊരു കാര്യം. പക്ഷേ വളരെ തന്ത്രപൂർവ്വം ഫാസിസത്തിന്റെ ഗീബൽസിയൻ തന്ത്രം പോലെ നേരത്തെ തന്നെ ആ നാട് മുഴുവൻ പ്രചരിപ്പിച്ചു, ആ വീട്ടിൽ ബീഫ് സൂക്ഷിച്ചിട്ടുണ്ട്.
പശുവിനെ കാണാനില്ല ഈ നാട്ടിൽ. പശുവിനെ കാണാനില്ല എന്ന ഒരു പ്രചാരണമുണ്ടാക്കി ആദ്യം. മൂന്നാം ഘട്ട പ്രചരണം ആ പശുവിനെ അറുത്ത മാംസം ഈ അഖ്ലാഖിന്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന പ്രചരണം നടത്തി. സത്യത്തിൽ അവിടെ നടന്നത് എന്താണ്? അവിടെ ഒരു പശുവിനെ കാണാനില്ല എന്നതും ശരിയല്ല, പശുവിനെ അറുത്തു എന്നതും ശരിയല്ല, പശുവിന്റെ മാംസം അഖ്ലാഖിന്റെ വീട്ടിൽ സൂക്ഷിച്ചു എന്നതും ശരിയല്ല. പക്ഷെ ഒരു തെറ്റായ പ്രചരണം നാട്ടിൽ മുഴുവൻ അടിച്ചുവിട്ട് അതിന്റെ പേരിൽ വർഗീയമായ ചേരിതിലുണ്ടാക്കി ആളുകളെ ഇളക്കിവിട്ട് അങ്ങനെ രാത്രി ക്ഷീണിച്ച് കിടന്നുറങ്ങുന്ന 55 വയസ്സുകാരനായ ഒരു മനുഷ്യനെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി കൊണ്ടുവന്ന് അടിച്ചു കൊല്ലുന്നു. അങ്ങനെ സംഭവം ഉണ്ടായിട്ട് ഈ രാജ്യത്തെ ഗവൺമെന്റ് ആദ്യം ചെയ്തതെന്താണ്? അക്രമികളുടെ പിടികൂടുന്നതിനേക്കാൾ അപ്പുറം അങ്ങനൊരു അക്രമത്തിലേക്ക് നീങ്ങിയ സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിനേക്കാൾ അപ്പുറം വർഗീയമായ ചേരുതീവിലേക്കും ഭിന്നിപ്പിലേക്കും ആ നാടിനെ കൊണ്ടെത്തിക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അതിന് സാഹചര്യം ഒരുക്കിയതിന്റെ പിന്നിലെ ആ ആസൂത്രണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിനേക്കാൾ അപ്പുറം പോലീസ് ഓഫീസർമാർ നേരെ വന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലെ ഫ്രിഡ്ജ് തുറന്ന് അവിടെ സൂക്ഷിച്ചിട്ടുള്ള മാംസം ലബോറട്ടറിയിലേക്ക് കൊടുത്തയച്ച് അത് പശുവിന്റേതാണോ ആടിന്റേതാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി കൊടുത്തയക്കുകയാണ് ആദ്യം ചെയ്തത്. നമ്മൾ ആലോചിക്കണം, അത്രമേൽ വർഗീയവൽക്കരിക്കപ്പെട്ട അവസ്ഥാവിശേഷം. രാജ്യത്തുടനീളം പ്രതിഷേധമുയർന്നു. ഇന്ത്യ രാജ്യത്ത് ഒരു മുസ്ലിം പുരുഷന്റെ വീട്ടിൽ അത് സൂക്ഷിച്ചു എന്ന ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള വലിയ ഒരു അക്രമ പരമ്പരക്കുള്ള കോപ്പുകൂട്ടിയപ്പോ മുസ്ലിം സമുദായത്തിന്റെ വേദനയിലും അരക്ഷിതാവസ്ഥയിലും പങ്കാളിത്തം വഹിക്കാനും വേണ്ടി, ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും വേണ്ടി മുസ്ലിം സമുദായത്തെ ഇങ്ങനെ ചവിട്ടിത്തേക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല, ഇവിടുത്തെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ദലിത് വിഭാഗത്തിൽപ്പെട്ട മറ്റു വിഭാഗങ്ങളൊക്കെ രംഗത്ത് വന്നുകൊണ്ട് ഈ അഖ്ലാഖിന്റെ കൊലപാതകത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. അങ്ങനെ പ്രതിഷേധവുമായി രംഗത്ത് വന്നപ്പോ ഈ അവസ്ഥ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ദലിതുകൾ മുസ്ലിങ്ങളുടെ കൂടെ കൂടിയാൽ അവർക്കും ഈ അവസ്ഥ ഉണ്ടാകും എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി 2 ദലിത് വിഭാഗത്തിൽപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ ചുട്ടുകൊന്നു. നമ്മൾ ആലോചിക്കണം, അപ്പൊ ഒരു പശുമാംസത്തിന്റെ പേരിൽ ഇത്രയും വലിയ വർഗീയ രാഷ്ട്രീയം ഇറക്കിവിടാൻ വേണ്ടി ബിജെപിയുടെ നേതൃത്വത്തിൽ ശക്തമായ ഈ പ്രവർത്തനങ്ങൾ നടക്കുമ്പോ ആ തരംഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ലോകത്ത് പോലും അപമാനകരമായ രീതിയിലുള്ള ചർച്ചകൾ അതിനെക്കുറിച്ച് നടക്കുമ്പോ കേരളത്തിലെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു, അങ്ങനെ പശുവിന്റെ മാംസം നിരോധിക്കണമെന്നോ ബീഫ് സൂക്ഷിക്കാൻ പാടില്ലെന്നോ ബീഫ് കഴിക്കാൻ പാടില്ലെന്നോ എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ബീഫ് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് കഴിക്കാം, കഴിക്കേണ്ടാത്തവർക്ക് കഴിക്കേണ്ടതില്ല. അത് അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിലാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് കേരളത്തിലെ ബിജെപിയുടെ പ്രസിഡന്റ് വരുന്നു. ഞാൻ പറഞ്ഞത്, അഖ്ലാഖിന്റെ കൊലപാതകം നടന്നപ്പോ ആ കൊലപാതകത്തെ ന്യായീകരിച്ചുകൊണ്ട് ഇനിയും ബീഫ് സൂക്ഷിച്ചാൽ അഖ്ലാഖിന്റെ അനുഭവം മറ്റു മുസ്ലിങ്ങൾക്കും ഉണ്ടാകുമെന്ന് ആക്രോശിക്കാൻ ബിജെപിയുടെ പാർലമെന്റ് അംഗങ്ങൾ പോലും രംഗത്ത് വരുമ്പോ അതേ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് അതേ ഭാഷയിലും ശൈലിയിലും സംസാരിക്കാൻ മാത്രം തന്റെ ഇടമില്ലാത്ത ധൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് കേരളം മാറ്റപ്പെട്ടതിന്റെ കാരണം എന്താണ്? കേരളത്തിൽ ബിജെപിക്ക് ആ ഭാഷയിൽ സംസാരിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താണ്? കേരളം ആ ഭാഷ ഉൾക്കൊള്ളാൻ പാകമായിട്ടില്ല. കേരളത്തിന് അങ്ങനെ സന്ദേശം ഉൾക്കൊള്ളാൻ കേരളീയർ സന്നദ്ധമായിട്ടില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സാമുദായികമായ സൗഹാർദ്ദം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെയുള്ള മഹാഭൂരിപക്ഷം ആളുകൾ എന്ന് ബിജെപിക്കറിയാം. അതുകൊണ്ടാണ് അവർ അവരുടെ യഥാർത്ഥ അജണ്ടകളും തന്ത്രങ്ങളും പരസ്യമായി പ്രകടിപ്പിക്കാൻ പോലും കഴിയാത്ത വിധം അവർ പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടം നടത്തുന്നത്. ഇത് കേരളത്തിന്റെ ഒരു മഹത്വമാണ്. ഇത് കേരളത്തിന്റെ ഒരു ഗുണമേന്മയാണ്. ഈ ഗുണമേന്മയും ഈ മഹത്വവും ഈ സമാധാനപരമായ അന്തരീക്ഷവും കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ ഇവിടെ ഈ വർഗീയ രാഷ്ട്രീയത്തിന് വളർന്നു വരാൻ ആവശ്യമായ ഇടം കൊടുക്കാൻ പാടില്ല. ഇടം കൊടുക്കാതിരിക്കണമെങ്കിൽ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ മറ്റു സമുദായങ്ങളിലും അവസരങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല.
ഇതാ വർഗീയ ഫാഷിസം വളർന്നു വരുന്നു. പശു പൊളിറ്റിക്സ് ആണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു ചാനലുകളിലൊക്കെ. അങ്ങനെ രാഷ്ട്രീയം ഇവിടെ കടന്നു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മൾ വളരെ ആസൂത്രിതമായി കൈകാര്യം ചെയ്യണം എന്ന് ഈ ഹൈന്ദവ സമൂഹത്തിൽ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്ന, യഥാർത്ഥത്തിൽ ഹൈന്ദവ സനാതന മൂല്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഭഗവത്ഗീതയാണെങ്കിലും മറ്റേതെങ്കിലും സനാതന ധർമ്മങ്ങളാണെങ്കിലും ഒരിക്കലും ഇന്ന് ബിജെപി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആ വാദങ്ങൾക്ക് ഹൈന്ദവ പ്രമാണങ്ങളുടെ യാതൊരു പിന്തുണയുമില്ല എന്നത് ഒരു പരമസത്യമാണ്. ഈ സത്യസന്ധമായ അവസ്ഥകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വർഗീയതയോടും തീവ്രവാദത്തോടും ഫാഷിസത്തോടുമൊക്കെ വളരെ അകലം പ്രാപിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹം. ഹൈന്ദവ സമൂഹം ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്, ഫാഷിസം വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് അവരെ പ്രതിരോധിക്കാൻ ജനാധിപത്യത്തിനപ്പുറം, രാഷ്ട്രീയമായ നിലപാടുകൾക്കപ്പുറം, മതസംഘടനകളുടെ കൂട്ടായ്മകളെക്കാൾ അപ്പുറം നമുക്ക് സായുധമായ ചില പോരാട്ടങ്ങളും ആവശ്യമാണ് എന്ന് പറയുന്ന ആ സാഹചര്യങ്ങളും ഇവിടെ വളർന്നു വരാൻ സാഹചര്യം ഒരുക്കാൻ പാടില്ല. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തി പകരുന്നവരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തി പകരുന്നവരാണ്. നമ്മളൊക്കെ 8-10 വർഷം മുമ്പ് നേർക്കുനേർ കണ്ട ഒരു സംഭവം നിങ്ങൾക്കറിയാം. അബ്ദുൽ നാസർ മഅദനിയെ പോലെയുള്ള ആളുകൾ രാജ്യത്തെ ചരിത്രവും രാജ്യത്തിന്റെ സാമൂഹ്യ ചുറ്റുപാടും രാഷ്ട്രീയ കാലാവസ്ഥയും ഒന്നും തിരിച്ചറിയാതെ അബദ്ധജടിലമായ വിഷലിപ്തമായ പ്രഭാഷണങ്ങളുമായി രംഗത്തു വന്നപ്പോ ആ പ്രഭാഷണത്തിന്റെ സീഡികൾ, കാസറ്റുകൾ അന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലല്ല. നേരെ മറിച്ച് ആ കാസറ്റുകൾ വാങ്ങിക്കൊണ്ടുപോയി RSSന്റെ സംഘപരിവാറിന്റെ ശാഖകളിൽ അത് ടേപ്പ് റെക്കോർഡറിൽ വെച്ചുകൊണ്ട് അത് കേൾപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഈ പറയുന്ന ബദറും മുഹദും ഖൈബറും ഖന്തക്കും ഒക്കെ മുസ്ലിം സമുദായത്തിലെ ഇസ്ലാമിക ചരിത്രത്തിൽ യുദ്ധമാണ്. അതിൽ പറയുന്ന ഹംസയും അതിൽ പറയുന്ന അതേപോലെയുള്ള പടയാളിയുടെ പേരുമൊക്കെ ഇസ്ലാമിലെ യോദ്ധാക്കന്മാരാണ്. നിങ്ങൾ ഹംസയാവാൻ തയ്യാറുണ്ടോ, നിങ്ങൾ ബിലാലാവാൻ തയ്യാറുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരോട് നിങ്ങൾ ഹംസയാവാൻ തയ്യാറുണ്ടോ, ബിലാലാവാൻ തയ്യാറുണ്ടോ എന്ന ആക്രോശത്തിന്റെ പിന്നിലെ താല്പര്യം നിങ്ങൾ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിനെതിരെ യുദ്ധസന്നാഹത്തിന് തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ വിഭാഗം നമുക്കെതിരെ ഇതാ യുദ്ധസന്നാഹവുമായി കടന്നു വരുന്നു. അതുകൊണ്ട് ഇക്കാലം അത്രയും നമ്മുടെ ചുറ്റുപാടുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളല്ല, അവർക്കിടയിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിഷ്കളങ്കരായ സാമുദായിക സൗഹാർദ്ദം നിലനിർത്തുന്ന ഹൈന്ദവ സമൂഹത്തിനിടയിൽ നിന്നുകൊണ്ട് RSSന്റെ പുതിയ ശാഖകൾ രൂപീകരിക്കാൻ ആവശ്യമായ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രഭാഷണങ്ങൾ വലിയ പങ്കാളിത്തം വഹിച്ചു. തുടർന്നും ഇപ്പോൾ NDF എന്ന് പറഞ്ഞാലും പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞാലും പേര് പിന്നെ മാറ്റി പറഞ്ഞാലും അടിസ്ഥാനപരമായി ഈ അജണ്ടകളുമായി നടക്കുന്ന ആളുകളുടെയും ആത്യന്തികമായ അജണ്ടകളും ലക്ഷ്യങ്ങളും തിരിച്ചറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതാ ഇവരുടെ കൊടി ഇവിടെയും വന്നിട്ടുണ്ട്, ഇവരുടെ പോസ്റ്റർ ഇവിടെയും പതിഞ്ഞിട്ടുണ്ട്, ഇവരുടെ സമ്മേളനം ഇവിടെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഹൈന്ദവ സമൂഹത്തിനെതിരെ സായുധമായ ഒരു അക്രമം പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിലെ നിഷ്കളങ്കരായ ആളുകൾക്കിടയിൽ ചേരിതിരിവും വിദ്വേഷത്തിന്റെ രാഷ്ട്രീയവും പ്രചരിപ്പിക്കാൻ ഇത്തരം ആളുകൾക്ക് അവസരം സൃഷ്ടിക്കപ്പെടുന്നു. മറുഭാഗത്ത് ബിജെപിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള വർഗീയമായ വികാരം ആളിക്കത്തിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിനെ ചൂണ്ടിയിട്ട് ഇതാ ബിജെപി നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, RSSന്റെ പദസഞ്ചലനം ഇവിടെ എത്തിയിട്ടുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ നാടും ഇതാ കലാപത്തിന് ഇരയാവാൻ പോകുന്നു. അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരൻ അടങ്ങിയിരിക്കരുത് എന്ന് പറയാൻ ആവശ്യമായ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഇവർക്കും പങ്കാളിത്തമുണ്ടാകും. ഏത് സമുദായത്തിന്റെ പേരിലാണെങ്കിലും ഈ വർഗീയതയും വിദ്വേഷവും തീവ്രവാദവും വളർത്താൻ ആവശ്യമായ സാഹചര്യങ്ങളെ കൊട്ടിയടക്കാൻ വിവിധ മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനകൾക്ക് സാധിക്കണം. ആ ദൌത്യം വളരെ ഭംഗിയായി എല്ലാ കാലത്തും ചരിത്രപരമായ ഒരു ഉത്തരവാദിത്വം എന്ന നിലയിൽ നിർവഹിക്കപ്പെട്ട സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനവും.
മാത്രമല്ല ഈ സംഘടന പ്രതിനിധാനം ചെയ്യുന്ന ആദർശത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാരമ്പര്യ ഇസ്ലാമിന്റെ വാക്താക്കളായി മുന്നോട്ട് പോകുന്ന ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ലോകത്തെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവരുടെ ആശയത്തിന്റെ പിൻബലം കൊണ്ട് മുസ്ലിം സമുദായത്തിൽ എവിടെയും ഒരു തീവ്രവാദി വളർന്നുവന്നു എന്ന് എതിരാളികൾക്ക് പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത വിധം പ്രാമാണികമായിട്ടാണ് പരിശുദ്ധമായ ഇസ്ലാമിക പ്രബോധന ദൌത്യം ഇക്കാലമത്രയും ലോകത്ത് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഐസിസ് പോലെയുള്ള സംഘടനകൾ 2013 ഇറാഖിൽ അബൂബക്കർ ബഗ്ദാദി ഇസ്ലാമിക ഖിലാഫത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് തുടക്കം കുറിച്ച ഐസിസ് എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഘടന, ഞാൻ ഏതെങ്കിലും വിഭാഗങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല, പക്ഷേ വസ്തുത പോലെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഐസിസ് എന്ന് പറയുന്ന അബൂബക്കർ ബഗ്ദാദിയുടെ നേതൃത്വത്തിൽ ഒരു ഇസ്ലാമിക ഖിലാഫത്ത് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയോടുകൂടിയാണ് ഐസ് രംഗപ്രവേശനം ചെയ്യുന്നത്. ഇസ്രയേലിന് ഏറ്റവും സന്തോഷമുള്ള സംഗതിയാണ് ഈ ഐസിന്റെ രംഗപ്രവേശനം. കാരണം ഐസ് എന്ന് പറയുന്ന പുതിയൊരു സംഘടനയുടെ രംഗപ്രവേശനവും അവർ രാജ്യത്ത് ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളും അതിക്രമങ്ങളും ക്രൂരമായ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമൊക്കെ ലോകത്തെ മീഡിയകളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ സ്വാഭാവികമായും ഇസ്രയേലിന്റെ ബോംബുകൾക്കും അതിന്റെ വെടിയുണ്ടകൾക്കുമൊക്കെ ദിനേന ഇരയായിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനിന്റെ നിരപരാധികളായ പിഞ്ചുമക്കളെ കുറിച്ച് ലോകത്ത് വാർത്തയാവില്ല. സ്വാഭാവികമായും ഫലസ്തീൻ എല്ലാവരും മറന്നുപോകും. ഫലസ്തീൻ മറന്നുപോകുമ്പോ ഇസ്രയേലിന്റെ കച്ചവടം ഭംഗിയായി നടക്കും. അപ്പൊ ഇസ്രയേലിന്റെ കച്ചവടം ഭംഗിയായി നടക്കുമ്പോ ഫലസ്തീനിലേക്ക് തിരിഞ്ഞു നോക്കാൻ ആരെയും കിട്ടില്ല. കാരണം എല്ലാവരും ഐസുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ്. ലോകത്തുടനീളം ഐസിസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഈ രാജ്യത്ത് പേരുണ്ടോ? ഈ രാജ്യത്ത് ഉള്ള ആരെങ്കിലും ഐസിൽപ്പെട്ട ഏതെങ്കിലും പ്രവർത്തകന്റെ ബ്ലോഗ് വായിക്കാറുണ്ടോ? അവന്റെ പേജിൽ ലൈക്ക് അടിക്കാറുണ്ടോ? അവന്റെ ഫേസ്ബുക്കിൽ കമന്റ് എഴുതാറുണ്ടോ? ഇങ്ങനെയാണ് പരിശോധന. ഇതിന്റെ പേരിൽ നിരപരാധികളായ ഒരുപാട് ചെറുപ്പക്കാർ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുത സമ്മതിച്ചുകൊണ്ട് തന്നെ പറയാം, ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന അബൂബക്കർ ബഗ്ദാദിയുടെ ഇസ്ലാമിക ഖിലാഫത്തിന്റെ സ്വയം പ്രഖ്യാപനത്തോടുകൂടി രംഗത്ത് വന്ന സംഘടനയ്ക്ക് പിന്നിൽ അമേരിക്കയുടെ പങ്കാളിത്തമുണ്ട്, ഇസ്രയേലിന്റെ പങ്കാളിത്തമുണ്ട്. എന്നാൽ മുസ്ലിം സമൂഹത്തിനിടയിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ ആശയപരമായ പശ്ചാത്തലമൊരുക്കിയതിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ സലഫി ആശയങ്ങളുടെ പങ്കാളിത്തത്തെ നിഷേധിക്കാൻ കഴിയില്ല. ഇത് എസ്കേസുകാരന്റെ ആരോപണമല്ല, സമസ്തക്കാർ ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണമല്ല. 2013-14 വർഷത്തിന്റെ തുടക്കത്തിലുമൊക്കെ കേരളത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന മതസംഘടനകളുടെ പ്രസിദ്ധീകരണങ്ങൾ തന്നെ ഐസിസ് എന്ന സംഘടനയ്ക്ക് പിന്നിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആദർശത്തിന് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചവരാണ്. കാരണം അവര് അന്ന് ചരിത്രത്തെ നേർക്കുനേർ അന്വേഷിക്കാനും പരിശോധിക്കാനും അത് പരസ്യമായി തുറന്നു പറയാനും തയ്യാറായി. അത് ലോകത്ത് ഇങ്ങനെ വ്യാപിക്കുമെന്നോ ലോക മീഡിയകളിൽ ഇത്രത്തോളം ചർച്ചയാവുമെന്നോ സിറിയയിലും ഇറാഖിലുമൊക്കെയുള്ള ഒരു വിമത അക്രമങ്ങൾ കേരളത്തിലും ഇന്ത്യയിൽ പോലും ചർച്ചയാവുമെന്നും ഒരിക്കലും പ്രതീക്ഷിക്കപ്പെടാതെ കേരളത്തിലെ ഉത്തരവാദപ്പെട്ട ബിദഈ പ്രസ്ഥാനങ്ങൾ തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആശയത്തിന്റെ പങ്കാളിത്തം ഇസ്ലാമിക് സ്റ്റേറ്റിനുണ്ട് എന്ന് സമ്മതിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം വാരിക അത് സമ്മതിച്ചിട്ടുണ്ട്. ഔദ്യോഗിക വിഭാഗം മുജാഹിദിന്റെ വിചിന്തനം വാരിക ഈ യാഥാർത്ഥ്യം സമ്മതിക്കുന്നുണ്ട്. മടവൂർ വിഭാഗം മുജാഹിദിന്റെ ശബാബ് വാരിക ഈ യാഥാർത്ഥ്യം സമ്മതിക്കുന്നുണ്ട്. ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തബ്ലീഗ് ജമാഅത്ത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ തള്ളിപ്പറയാവുന്ന ഒരാശയ പശ്ചാത്തലത്തിൽ പ്രബോധനം നടത്തുന്നവരല്ല. നമുക്കാകെ ഒരു സംശയമുണ്ടായിരുന്നത് അതിന്റെയൊക്കെ വർഷങ്ങൾക്ക് ശേഷം ഒരു 10-20 വർഷത്തെ മാത്രം പ്രായമുള്ള നമ്മുടെ നാട്ടിലെ പോപ്പുലർ ഫണ്ടുകാർക്ക് ഒരുപക്ഷെ
മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആശയങ്ങളുമായി ബന്ധമുണ്ടാകില്ല. കാരണം അത് സ്വാഭാവികമായും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയവും മൗദൂദിയുടെ ആശയവും സയ്യിദ് ഖുത്ബിന്റെ ആശയവും ഹസനുൽ ബന്നയുടെ ആശയവും അതേപോലെ മുസ്ലിം ബ്രദർഹുഡിന്റെ കാഴ്ചപ്പാടുമൊക്കെ ആ വഴികളിലൂടെ വന്നവരായിരിക്കാം. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്ക് മുഹമ്മദ് അബ്ദുൽ വഹാബിനെ തള്ളിപ്പറയാൻ കഴിയില്ല. മുജാഹിദ് വിഭാഗങ്ങൾക്ക് മുഹമ്മദ് അബ്ദുൽ വഹാബിനെ തള്ളിപ്പറയാൻ കഴിയില്ല. തബ്ലീഗ് ജമാഅത്തിന് മുഹമ്മദ് അബ്ദുൽ വഹാബിനെ തള്ളിപ്പറയാൻ കഴിയില്ല. തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവ് ഷാ ഇസ്മായിൽ ദഹ്ലവി മുഹമ്മദ് അബ്ദുൽ വഹാബിനെ പ്രകീർത്തിച്ച പണ്ഡിതനാണ്, മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ശിഷ്യനാണ് എന്ന് വേണമെങ്കിലും പറയാം. ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ലോകത്തെ ഇസ്ലാമിക സമൂഹത്തിനിടയിൽ രൂപം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകൾക്കിടയിൽ വഹാബി ആശയത്തിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് ലോകത്ത് ഈ അടുത്ത കാലത്ത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ രൂപവൽക്കരണത്തിന് ശേഷം അവരുടെ ഉത്ഭവത്തിന് ശേഷം ചർച്ച തുടങ്ങുന്ന സമയത്ത് ഡൽഹിയിൽ ഒരു സെമിനാർ നടന്നു. ഡൽഹിയിൽ നടന്ന സെമിനാറിൽ ഞാൻ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞു പോകുന്നതെന്താണെന്ന് വെച്ചാൽ വന്ന ആളുകളുടെ അടുത്ത് ആരും കൊട ഉണ്ടാവില്ല. ഞാൻ നിർത്തിയാലും നിങ്ങൾക്ക് പോകാൻ വഴിയില്ല. അതുകൊണ്ട് മഴ ചോർന്നാൽ എനിക്ക് നിർത്താനും കഴിയുള്ളൂ. ഡൽഹിയിലൊരു സെമിനാർ നടന്നു. ഡൽഹിയിലെ സെമിനാറിൽ രാം ജത്മലാനി എന്ന് പറയുന്ന ഇന്ത്യയിൽ അറിയപ്പെട്ട നിയമജ്ഞനാണ്, മുൻ കേന്ദ്രമന്ത്രിയാണ്. രാം ജത്മലാനി ആ സെമിനാറിൽ പ്രസംഗിച്ചു. ലോകത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും 95% മുസ്ലിങ്ങളും ഇസ്ലാമിക സമൂഹത്തിലെ സൂഫി ദർശനത്തിൽ വിശ്വസിക്കുന്നവരാണ്, തസൗഫിനെ അംഗീകരിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ പക്ക അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ ആശയക്കാരാണ് എന്നർത്ഥം. ഈ സൂഫി ദർശനത്തെ വിശ്വസിക്കുന്ന തസൗഫിനെ അംഗീകരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്ക് വഹാബിസത്തെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇത് രണ്ടും രണ്ട് ധ്രുവത്തിലാണ്. എന്നാൽ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ വഹാബിസത്തിന്റെ പങ്കാളിത്തമില്ലാത്ത ഒരു തീവ്രവാദ ഗ്രൂപ്പും മുസ്ലിം സമൂഹത്തിൽ രൂപപ്പെട്ടിട്ടില്ല. ഇസ്ലാമിക് സ്റ്റേറ്റ് ഉൾപ്പെടെ, ബൊക്കെ ഹറാം ഉൾപ്പെടെ, അൽ ഖായിദ ഉൾപ്പെടെ, അങ്ങനെ മുസ്ലിം സമൂഹത്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദ കക്ഷികളൊക്കെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വഹാബി ആശയത്തിന്റെ സലഫി ആശയത്തിന്റെ സ്വാധീനത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ രൂപം പ്രാപിച്ചവരാണ്. രാം ജത്മലാനി ഡൽഹിയിൽ നടന്ന സെമിനാറിൽ ഇത് പ്രസംഗിച്ചപ്പോ അദ്ദേഹത്തിന്റെ ആ പരാമർശത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സൗദി അറേബ്യയുടെ അംബാസഡർ ആ സെമിനാറിൽ നിന്ന് പ്രതിഷേധിച്ചിറങ്ങിപ്പോയി. വലിയ വാർത്തയായി, വലിയ ചർച്ചയായി. ആ വിവാദം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് തേജസ് ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ ഇത് സംബന്ധമായി എഴുതി. ആ എഡിറ്റോറിയൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം രാം ജത്മലാനിയുടെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആ കാഴ്ചപ്പാടുകളെയും അദ്ദേഹത്തിന്റെ നവോത്ഥാന സംരംഭങ്ങളെയും അദ്ദേഹത്തിന്റെ ആശയങ്ങളെയും പ്രകീർത്തിച്ചുകൊണ്ടാണ് തേജസ് ദിനപത്രം അബദ്ധവശാൽ ലേഖനം എഴുതിയത്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ സമസ്ത കേരള ജമീഅത്തുൽ ഉലമ പ്രതിനിധാനം ചെയ്യുന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾ അംഗീകരിക്കുന്നവരൊഴികെ മുഴുവൻ ആളുകളും അടിസ്ഥാനപരമായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബുമായി അദ്ദേഹത്തിന്റെ ആശയവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധമുള്ളവരാണ്. ഞാൻ ഇത് അവരൊക്കെ ഇതിൽപ്പെട്ടവരാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ അടിസ്ഥാനപരമായി ലോകത്ത് മുസ്ലിം സമൂഹത്തിനിടയിൽ പാശ്ചാത്യൻ സൃഷ്ടിയായിക്കൊണ്ട് ഇത്തരത്തിലുള്ള പുതിയ പുതിയ ഗ്രൂപ്പുകൾ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ തികച്ചും ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി ഗ്രൂപ്പുകൾ സൃഷ്ടിച്ച് മുസ്ലിം സമൂഹത്തിൽ അരക്ഷിതാവസ്ഥയുണ്ടാക്കി അവരെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് അവരെ വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിനോളം പഴക്കമുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളുടെ അജണ്ടയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ മതിലകം എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മൾ സംസാരിച്ചു. ഈ മതിലകത്തിന് ചരിത്രപരമായിട്ട് കേരളത്തിലെ ബിദഈ പ്രസ്ഥാനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് ചരിത്രപരമായിട്ട് വലിയ ഒരു അർത്ഥത്തിൽ ഒരു കേന്ദ്ര ബിന്ദുവാണ് ഈ പ്രദേശം. നിങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. 1920കളിൽ ഐക്യസംഘം ഉണ്ടായപ്പോ
ഈ പാശ്ചാത്യൻ ശക്തികൾ മുസ്ലിം സമൂഹത്തിനിടയിൽ സ്വാധീനം ചെലുത്തി അവരുടെ ഇസ്ലാമികമായ ആത്മീയതയെ ഷണ്ഡീകരിച്ചുകൊണ്ട് ഒരു വരണ്ട മുസ്ലിമിനെ സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ. ഈ ഐക്യസംഘമൊക്കെ വളർന്ന കാലത്ത് ഇവിടെ പ്രചരിപ്പിച്ചിരുന്നത് ലോകത്തെ ഇസ്ലാമിക സമൂഹത്തിലെ നവോത്ഥാന നായകന്മാരായി 2-3 ആളുകളെ ഉയർത്തിക്കാണിച്ചു. ജമാലുദ്ദീൻ അഫ്ഗാനി, റഷീദ് റിള, മുഹമ്മദ് അബ്ദു പോലുള്ള ആളുകൾ. ഇവരാണ് ലോകത്ത് ഇസ്ലാമിക നവോത്ഥാന നായകന്മാർ. അന്ധവിശ്വാസത്തിനെതിരെ, അനാചാരത്തിനെതിരെ, ജീർണതകൾക്കെതിരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പരസ്യമായിട്ട് പറഞ്ഞു, ഇവർ പാശ്ചാത്യൻ ചാരന്മാരാണ്. പലപ്പോഴും അതൊരു അതിരുകടന്ന വർത്തമാനമാണ് എന്നൊരു ആക്ഷേപമുണ്ടായി അക്കാലത്ത്. അതുമായി ബന്ധപ്പെട്ട ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്കും കണ്ടെത്താൻ സാധിക്കും. ജമാലുദ്ദീൻ അഫ്ഗാനി, റഷീദ് റിള, മുഹമ്മദ് അബ്ദു പോലുള്ള ആളുകൾ ഇസ്ലാമിക സമൂഹത്തിലെ നവോത്ഥാന നായകന്മാരാണ്. ശുദ്ധമായ തൗഹീദ് പ്രചരിപ്പിക്കാൻ വന്ന, ജീർണതയ്ക്കെതിരെ, അന്ധവിശ്വാസത്തിനെതിരെ, അനാചാരത്തിനെതിരെ പടപൊരുതാൻ വന്ന നവോത്ഥാന നായകന്മാരായി ഇവരെ ഉയർത്തിക്കാണിച്ച് അവരുടെ പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി നമുക്കിടയിൽ ബിദഈ ആശയ പ്രചരണം നടത്താൻ വേണ്ടി ഐക്യസംഘത്തിന്റെ പേരിൽ പിന്നീട് ഈ ബിദഈ പ്രസ്ഥാനമൊക്കെ പല പേരുകൾ ശ്രമം നടത്തിയപ്പോൾ സമസ്ത ജംഇയ്യത്തിലും പറഞ്ഞു, ഇത് പാശ്ചാത്യൻ സിദ്ധിയാണ്. ഈ പറയുന്ന ആളുകൾ പാശ്ചാത്യൻ ചാരന്മാരുമാണ്. അന്നത്തെ മുജാഹിദ് മൗലവിമാർ സമസ്തക്ക് മറുപടി പറഞ്ഞു, ഈ മൗലവിമാർക്ക് പാശ്ചാത്യം അറിയില്ല, പൗരസ്ത്യം അറിയില്ല. കാരണം ഇവർക്ക് ഈ മലയാളോ അറബി മലയാളോ അതിനേക്കാൾ അപ്പുറം ഭാഷാ പ്രാവീണ്യമില്ല. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമികമായ ചലനങ്ങളെക്കുറിച്ച് അവർക്കൊരു അറിവുമില്ല. അതുകൊണ്ട് അവർക്ക് പാശ്ചാത്യം അറിയില്ല, പൗരസ്ത്യം അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പരിഹാസ്യമായി സമസ്തയുടെ പണ്ഡിതന്മാരെ വിമർശിച്ചു. ഈ പാശ്ചാത്യൻ സൃഷ്ടി എന്ന് പറയപ്പെടാവുന്ന വിധം പലപ്പോഴും ക്രൈസ്തവ സമൂഹത്തിലൂടെ പാശ്ചാത്യൻ രാഷ്ട്രങ്ങൾ, അധിനിവേശ ശക്തികൾ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന ഒരു സംസ്കാരമാണ് പലിശയിലധിഷ്ഠിതമായ ബാങ്കിംഗ് സംസ്കാരം. പലിശയിലധിഷ്ഠിതമായ ബാങ്കിംഗ് സംസ്കാരം. ആ പാശ്ചാത്യൻ സൃഷ്ടിയായി ഐക്യസംഘത്തിന്റെ പേരിൽ ലോകത്ത് ആദ്യം അവസാനമായിട്ട് ഒരു ബാങ്ക് സ്ഥാപിച്ചു. ആ ബാങ്ക് ഈ മതിലകത്തായിരുന്നു. ആ ബാങ്കിനെ പലിശ ഇടപാട് നടത്തുന്ന ആ ബാങ്കിനെ ന്യായീകരിക്കാൻ വേണ്ടി KM മൗലവി റിസാലത്ത് ഫിൽ ബങ്ക് എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ എഴുതി. പലിശ ഇടപാട് നടത്തുന്ന ബാങ്ക് സംവിധാനത്തെ ന്യായീകരിക്കാൻ വേണ്ടി പുസ്തകം എഴുതി പ്രചരിപ്പിച്ചു. പക്ഷെ അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ എതിർക്കുന്നതോടൊപ്പം തന്നെ പലപ്പോഴും ഐക്യസംഘത്തിന്റെ പല പ്രവർത്തനങ്ങളോടും സഹകരിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ ശക്തമായി ഈ ബാങ്ക് സംവിധാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. അങ്ങനെ പ്രതിഷേധം സഹിക്കവയ്യാഞ്ഞിട്ട് ഈ മതിലകത്തെ ബാങ്ക് അടച്ചുപൂട്ടി. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇവർ പാശ്ചാത്യൻ സൃഷ്ടിയാണെന്നും പാശ്ചാത്യൻ സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും ആ പാശ്ചാത്യം സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ വ്യത്യസ്ത രൂപങ്ങളിലൊന്നായ പലിശ ഇടപാട് നടത്തുന്ന ബാങ്ക് സ്ഥാപിച്ച നാട്ടിലാണ് നമ്മൾ ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ തുടക്കം കുറിച്ച വ്യത്യസ്തമായ കാലത്ത് ഇത് പാശ്ചാത്യൻ സംസ്കാരമാണ്, പാശ്ചാത്യൻ സിദ്ധിയാണ്, ഈ പറയപ്പെട്ട നവോത്ഥാന നായകന്മാർ പാശ്ചാത്യൻ ചാരന്മാരാണെന്ന് അന്ന് വിശ്വസിക്കാൻ കഴിയാതിരുന്ന പിൽക്കാലത്തെ മുജാഹിദ് പണ്ഡിതന്മാർ 2002 കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പടർന്നപ്പോ MI മുഹമ്മദ് സുല്ലമി എന്ന് പറയുന്ന ഇന്നും ജീവിച്ചിരിക്കുന്ന കേരളത്തിലെ പ്രമുഖനായ മുജാഹിദ് പണ്ഡിതൻ ഗൾഫ് സലഫിസവുമായി ബന്ധപ്പെട്ട് പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ 24-25 പേജുകളിൽ പറയുന്നു, മുഹമ്മദ് അബ്ദുൽ വഹാബ്, ജമാലുദ്ദീൻ അഫ്ഗാനി, റഷീദ് റിള, മുഹമ്മദ് അബ്ദു, ഈ 3 ആളുകളും പാശ്ചാത്യൻ ചാരന്മാരായിരുന്നുവെന്ന് ഇന്നും ജീവിച്ചിരിക്കുന്ന MI മുഹമ്മദ് സുല്ലമി ഗൾഫ് സലഫിസവുമായി ബന്ധപ്പെട്ട പുസ്തകത്തിന്റെ വെള്ളക്കടലാസിൽ കറുത്ത മഷി കൊണ്ട് അച്ചടിച്ചെഴുതി വെച്ച പുസ്തകത്തിന്റെ വരികൾ ഈ നിമിഷം വരെ നിഷേധിച്ചിട്ടില്ല.
അപ്പൊ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവർക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ആശയത്തിന്റെ പാശ്ചാത്യ പങ്കാളിത്തത്തെക്കുറിച്ച് പറഞ്ഞപ്പോ അന്നത് സമ്മതിക്കാൻ വൈമനസ്യം കാണിച്ചെങ്കിലും പിൽക്കാലത്തെ മുജാഹിദ് പണ്ഡിതന്മാർ അതിന് സമ്മതിക്കേണ്ടി വന്നു. ഇങ്ങനെ കേരളത്തിൽ കടന്നു വന്നിട്ടുള്ള ബിദഅി പ്രസ്ഥാനങ്ങൾ ഏതാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചൊക്കെ അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യ സംവിധാനത്തെ, ജുഡീഷ്യറിയെ, പാർലമെന്ററി സംവിധാനത്തെ, വോട്ടെടുപ്പിനെ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ, വോട്ട് രേഖപ്പെടുത്തുന്നതിനെ, സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നതിനെ, സർക്കാർ കലാലയങ്ങളിൽ മത്സരിക്കുന്നതിനെ, ഇതിനൊക്കെ എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ കേവലം വിമർശനമല്ല. ഈ ജനാധിപത്യ സംവിധാനത്തിലൂടെ അധികാരത്തിൽ വരുന്ന ഭരണകൂടത്തെ അംഗീകരിക്കൽ താഗൂത്തിന്റെ ഭരണകൂടമാണത്, പൈശാചിക ഭരണകൂടമാണ്, അതിന് അംഗീകരിക്കൽ ശിർക്കാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി വാദം ഉന്നയിച്ചത് 1947 മുമ്പ് മാത്രമല്ല, രാജ്യം ഒരു ജനാധിപത്യ മതേതര സംവിധാനത്തിലേക്ക് കടന്നു വന്നതിന് ശേഷവും വീണ്ടും 7 വർഷക്കാലം ജമാഅത്തെ ഇസ്ലാമി നിലപാടുമായി മുന്നോട്ട് വന്നു. അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞു, ഇത് മതത്തിന്റെ കുപ്പായമണിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ്. മതത്തിന്റെ കുപ്പായമണിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ നേതാക്കന്മാർ സമസ്തക്ക് മറുപടി പറഞ്ഞു, ഈ മൂല്യന്മാർക്ക് മതം അറിയില്ല, രാഷ്ട്രീയം അറിയില്ല. തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് ശിർക്കാണെന്ന് പറയുന്ന, മത്സരിക്കൽ ശിർക്കാണെന്ന് പറയുന്ന, അങ്ങനെ അധികാരത്തിൽ വരുന്ന ഭരണകൂടത്തെ അംഗീകരിക്കൽ ശിർക്കാണെന്ന് പറയുന്ന ഞങ്ങൾ എങ്ങനെ രാഷ്ട്രീയ പാർട്ടിയാവും? മതത്തിന്റെ കുപ്പായം അണിഞ്ഞ് രാഷ്ട്രീയ പാർട്ടി എന്ന ആരോപണം അതിനെ പരിഹാസ്യമായി ചിത്രീകരിച്ച് സമസ്തക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് പരിഹസിച്ചു. എന്നാൽ അതേ സംഘടന ഇന്ന് ജമാഅത്തെ ഇസ്ലാമി എന്ന് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പേര് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ്. അവരൊരു പക്ക രാഷ്ട്രീയ പാർട്ടിയായി മാറി. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇങ്ങനെ കേരളത്തിൽ മതത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട്, മതത്തിന്റെ പ്രമാണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയും ഭിന്നിപ്പും ഉണ്ടാക്കി പലപ്പോഴും ഇസ്ലാമിക സമൂഹത്തെ ആശയപരമായി ഷണ്ഡീകരിച്ചൊരു വരണ്ട സമൂഹമാക്കി മാറ്റി, ആത്മീയതയുടെ യാതൊരു വെള്ളവും മണവുമില്ലാത്ത ഒരു സമൂഹമാക്കി ഈ സമുദായത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാശ്ചാത്യ അജണ്ടകളെ അതത് കാലത്ത് തുറന്നു പറയാൻ ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും ഈ സാമ്രാജ്യത്വ ശക്തികളും ഫാഷിസ്റ്റുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ലോകത്തുടനീളം പ്രവർത്തിച്ചിട്ടുള്ളത്. ഇന്ത്യയിലും അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിൽ 2000-ലധികം വരുന്ന മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തതിന്റെ പേരിൽ അമേരിക്കയിലേക്ക് വിസ അനുവദിക്കാൻ വൈമനസ്യം കാണിച്ച അതേ ഭരണകൂടമാണ്, അമേരിക്കൻ ഭരണകൂടമാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോ അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് ക്ഷണിക്കാനും സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ അദ്ദേഹത്തെ കൈമാടി സ്വീകരിക്കാനും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാനും തയ്യാറായത് ഫാഷിസവും ഈ സാമ്രാജ്യത്വവും തമ്മിൽ കൂട്ടുകെട്ട് നടത്തിയാൽ ആത്യന്തികമായി ഇസ്ലാമിക സമൂഹത്തെ തകർക്കുക എന്ന കാര്യത്തിൽ അവർക്ക് നല്ല കാഴ്ചപ്പാടുകളുണ്ട്, ആസൂത്രണങ്ങളുണ്ട്. അതിന് സ്വാഭാവികമായും മുസ്ലിം സമൂഹത്തിനിടയിൽ ഈ സാമ്രാജ്യത്വത്തിനും ഫാഷിസത്തിനും അനുകൂലമായി നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ കിട്ടണം. ആ ആളുകളെ കിട്ടുന്നതിന്റെ താല്പര്യം പലപ്പോഴും പലരുടെയും വീക്ക്നെസ്സുകൾ, അവരുടെ ദൗർബല്യങ്ങൾ, അവരുടെ പ്രതിസന്ധികൾ പലരും ചൂഷണം ചെയ്യും. ഈ തൃശൂർ ജില്ലയിലാണല്ലോ ഒരു ജംഇയ്യത്തുൽ ഹിസാനിയ പണ്ട് പൊട്ടി പുറപ്പെട്ടത്. അതേ സാധനമാണ് കോഴിക്കോട് ജില്ലയിൽ ടൈഗർ ഫോഴ്സ് ആയിട്ട് പൊട്ടിപ്പുറപ്പെട്ടത്. ഓരോ നാട്ടിലും വ്യത്യസ്ത പേരുകളിലാണെങ്കിലും ആത്യന്തികമായി ഒരു കേവല സ്വയം സംരക്ഷിത, സ്വയം പ്രതിരോധ ഒരു സായുധ ഗ്രൂപ്പായി തുടക്കം കുറിച്ചെങ്കിലും ശേഖനൂർ മൗലവിയുടെ തിരോധാനത്തിന്റെ പേരിൽ അവസാനം ഒരു കടുത്ത വില നൽകേണ്ടി വന്ന, പലപ്പോഴും ഇന്ത്യയിലെ ബിജെപിയോട്, ഫാഷിസ്റ്റ് ശക്തികളോട് കടപ്പെട്ട് നിൽക്കേണ്ട, ദാസ്യവേല ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് കഴിഞ്ഞ 10-15 വർഷമായി സമസ്ത കേരള ജംഇയ്യത്തുൽ എന്ന് മാറ്റി നിർത്തപ്പെട്ട ഈ വിഘടിത വിഭാഗത്തിന് അങ്ങനെ ഒരർത്ഥത്തിൽ ഫാഷിസത്തോട് താദാത്മ്യം പ്രാപിക്കേണ്ട, അവരോട് പക്ഷം പിടിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി.
ആ പക്ഷം പിടിക്കേണ്ട ദൗർബല്യത്തെ നന്നായി ചൂഷണം ചെയ്തു. എത്രത്തോളം ഇന്ന് മലപ്പുറം ജില്ലയിൽ പോലും ആ വിഘടിത വിഭാഗത്തിന്റെ പ്രവർത്തകരായ ആളുകൾ തലപ്പാവ് ധരിച്ച, തൊപ്പി ധരിച്ച, താടി വെച്ച പണ്ഡിത വേഷധാരികൾ താമര ചിഹ്നത്തിൽ BJP ടിക്കറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന തലത്തിലേക്ക് വരെ എത്തുന്നതിന്റെ താല്പര്യം ഫാഷിസ്റ്റുകൾ മുസ്ലിം സമുദായത്തിനകത്ത് പുതിയ ഗ്രൂപ്പുകളെ സൃഷ്ടിക്കുന്നിടത്ത് വിജയിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ശത്രുവിന്റെ അജണ്ട നടപ്പിലാക്കി കൊടുക്കുന്ന ഉത്തരവാദിത്വം ഏറ്റിരിക്കുന്നു. അതിന് ലഭ്യമാകുന്ന കോടികളിൽ സന്തുഷ്ടി പ്രകടിപ്പിച്ച് അതേ സമുദായത്തിന്റെ എല്ലാ ഭദ്രതയും തകർത്തുകൊണ്ട് ശത്രുവിന് ചാരപ്പണിയെടുക്കുകയാണ് എന്ന അപകടകരമായ തിരിച്ചറിവ് പോലുമില്ലാതെ താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി അത്തരത്തിലുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നിടത്തേക്ക് പല പണ്ഡിത വേഷധാരികളും തരം താഴ്ന്നിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു ചാനലിൽ വന്ന അഭിമുഖത്തിൽ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ വില കുറച്ച് കാണിക്കുന്നതിന്റെ 1000 അംശം പോലും നരേന്ദ്രമോദിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ കാണിക്കുന്നില്ല എന്നതിന്റെ ആ ദാസ്യവേലയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മളൊക്കെ നേർക്കുനേർ കണ്ടത്. ഇത് വലിയൊരു പാഠവും സന്ദേശവുമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ആളുകളുടെ അലങ്കാരങ്ങളും അഹങ്കാരങ്ങളും സമയങ്ങളും പണത്തിന്റെ പളവളപ്പൊക്കെ കണ്ടുകൊണ്ട് ഇവരുടെ കൈവശവും എന്തൊക്കെ ഉണ്ട് എന്ന് അന്ധമായി വിശ്വസിക്കുന്ന ഏതെങ്കിലും കൂപമണ്ഡൂപങ്ങൾ ഉണ്ടെങ്കിൽ നാം തിരിച്ചറിയണം, എല്ലാവരും തിരിച്ചറിയണം. 1989 തന്നെ മഹാനായ ശംസുൽ ഉലമ 4 പതിറ്റാണ്ടിലധികം കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കാര്യദർശി പദവി അലങ്കരിച്ച ആ കാലത്തെ ഏറ്റവും വലിയ സൂഫിവര്യനും ആരിഫുമായിരുന്ന ശംസുൽ ഉലമ അന്ന് പ്രഖ്യാപിച്ച അന്ന് ഒരു പ്രവചനം പോലെ ഈ സമൂഹത്തിന് നൽകിയ ഒരു മുന്നറിയിപ്പുണ്ട്. ശംസുൽ ഉലമ മുസ്ലിം ഭരണാധികാരികളുടെ കൂടെ നിന്നുകൊണ്ട് ചതിയിലൂടെ ചതിയിലൂടെ ശത്രുക്കൾക്ക് ചാരപ്പണിയെടുത്ത 2 മുസ്ലിം ചാരന്മാരെ ശംസുൽ ഉലമ പരിചയപ്പെടുത്തുന്നു. ഒന്ന് മീർ ജാഫർ, മറ്റൊന്ന് മീർ സ്വാദിഖ്. മുസ്ലിം ഭരണാധികാരികളായിരുന്ന സിറാജുദ്ദൗലയും മറ്റൊരാൾ ടിപ്പു സുൽത്താനും. ഈ 2 മുസ്ലിം ഭരണാധികാരിയുടെ അടുത്തേക്ക് ഒരാളുടെ അടുത്തേക്ക് മീർ ജാഫറിനെ വിട്ടു, ഒരാളുടെ അടുത്തേക്ക് മീർ സ്വാദിഖിനും വിട്ടു ബ്രിട്ടീഷുകാർ പറഞ്ഞു, ഇവരെ 2 പേരെയും കൊന്നു തരണ്ട, കൊല്ലാൻ ആവശ്യമായ ഒരു സാഹചര്യം ഒരുക്കി തന്നാൽ മതി, വേണ്ടുവോളം സ്വർണ്ണ നാണയം പാരിതോഷികം നൽകാമെന്ന് പറഞ്ഞു. വേണ്ടുവോളം സ്വർണ്ണ നാണയം പാരിതോഷികം നൽകാം. അപ്പൊ സ്വർണ്ണ നാണയം പാരിതോഷികം നൽകിയാൽ ടിപ്പു സുൽത്താനെയും സിറാജുദ്ദൗളയെയും കൊലപ്പെടുത്താൻ ആവശ്യമായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇതിന് സമാനമാണ് പിൽക്കാലത്തുണ്ടായത്. 5 കോടി രൂപ തരാം, 5 സ്കൂൾ ഇവിടെ ഉണ്ടാക്കി തരാം. 5 കോടി രൂപ തരാം, 5 സ്കൂൾ ഉണ്ടാക്കി തരാം. പക്ഷെ അതിന് എന്ത് വേണം? 2000-ലധികം മുസ്ലിങ്ങളെ ചുട്ടി ചാമ്പലാക്കി കൊന്നതിന് അതിന് ഞാൻ അറിയില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. അതിന് പ്രത്യുപകാരം ചെയ്യേണ്ടത് അത്രേ ഉള്ളൂ. ഞാനത് അറിയില്ല. മഹാനായ ശംസുൽ ഉലമ മുന്നറിയിപ്പ് നൽകുന്നു, ഈ മീർ ജാഫർ ടിപ്പു സുൽത്താനെ കൊലപ്പെടുത്താൻ ആവശ്യമായ സാഹചര്യം ഒരുക്കി ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടു. ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ടപ്പോ ടിപ്പു സുൽത്താൻ പറഞ്ഞു, മീർ സ്വാദിഖ് ബ്രിട്ടീഷുകാരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇതാ എന്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ വാഗ്ദാനം ചെയ്ത സ്വർണ്ണ നാണയം തരണം എന്ന് പറഞ്ഞു. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഒരു തളികയിൽ സ്വർണ്ണ നാണയം കാണിച്ചു കൊടുത്തതാ, ഈ സ്വർണ്ണ നാണയം മുഴുവനും നിങ്ങൾക്ക് പാരിതോഷികമായി തരാൻ വെച്ചതാണ്, ഇതാ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞു. ആ മീർ സ്വാദിഖിന് വേണ്ടി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത സ്വർണ്ണ നാണയം മുഴുവനും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പട്ടാള ഉദ്യോഗസ്ഥന്മാർ ആ സ്വർണ്ണ നാണയം മുഴുവൻ ഉരുക്കിക്കൊണ്ട് മീർ സ്വാദിഖിന്റെ തൊണ്ടയിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ ഉരുക്കി ഒടിച്ച് അങ്ങനെ മീർ സ്വാദിഖ് ആ ഉരുക്കി ഒലിക്കുന്ന സ്വർണ്ണ നാണയത്തിന്റെ ആ ലായനി കടിച്ചുകൊണ്ട് മരണപ്പെട്ടു എന്നാണ് ചരിത്രം.
ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറയുന്നതല്ല, കേരളത്തിൽ ഏതെങ്കിലും നാലാംകിട രാഷ്ട്രീയക്കാരൻ വിടുവായത്തം പറഞ്ഞതല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അക്കാലത്തെ കാര്യദർശിയായിരുന്ന മഹാനായ ശംസുൽ ഉലമ പറഞ്ഞു, ആധുനിക മീർ ജാഫർമാർക്കും ആധുനിക മീർ സ്വാദിഖുമാർക്കും അവരുടെ അനുഭവം തന്നെ വരാനിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ സാധിക്കുമെന്ന് അന്ന് ശംസുൽ ഉലമ പറഞ്ഞതാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഇത്രമേൽ ഫാഷിസത്തിന് ദാസ്യവേല ചെയ്യുന്നിടത്തേക്ക് താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി മുസ്ലിം സമുദായത്തിന്റെ എല്ലാ ഭദ്രയും തകർത്തുകളഞ്ഞ് മുസ്ലിം സമുദായത്തിന്റെ ആ പ്ലാറ്റ്ഫോമിനകത്തേക്ക് ഈ സമുദായത്തെ അറുകൊല ചെയ്യാൻ വേണ്ടി കച്ചകെട്ടിറങ്ങിയ ഫാഷിസ്റ്റുകൾക്ക് വാതിൽ തുറന്നുകൊടുത്ത ആളുകൾക്ക് അവരെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അവരെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അവരെ തിരിച്ചറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മഹല്ല് കമ്മിറ്റിക്കാർ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, മദ്രസ കമ്മിറ്റിക്കാർ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ. ആത്യന്തികമായി വെള്ളാപ്പള്ളി നടേശന്റെ മറവിലൂടെ ഇന്ത്യ രാജ്യത്തേക്ക് ഹൈന്ദവ സമൂഹത്തിന്റെ മറപിടിച്ചുകൊണ്ട് ഈ ഫാഷിസം കടത്തിവിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ സംവിധാനത്തെ CPM എതിർത്തുകൊണ്ടിരിക്കുന്ന പോലെ, കോൺഗ്രസ് എതിർത്തുകൊണ്ടിരിക്കുന്ന പോലെ, മറ്റു രാഷ്ട്രീയ പാർട്ടികൾ എതിർത്തുകൊണ്ടിരിക്കുന്ന പോലെ മുസ്ലിം സമുദായത്തിനകത്തേക്ക് ഈ തലപ്പാവുധാരിയുടെ മറപിടിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിനകത്തേക്ക് ഹിന്ദുത്വ ഫാഷിസം കടത്തിക്കൊണ്ടുവരാനും ഇറക്കുമതി ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഇദ്ദേഹത്തെ തിരിച്ചറിയാൻ സമുദായത്തോട് ആത്മാർത്ഥത പുലർത്തുന്ന മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും മതേതരത്വത്തോട് ആത്മാർത്ഥ പുലർത്തുന്ന മുഴുവൻ ജനാധിപത്യ കക്ഷികൾക്കും സാധിക്കണം. അവിടെയാണ് ആത്മാർത്ഥത കാണിക്കേണ്ടത്. അവിടെ 5-10 വോട്ട് ലാഭമോ നഷ്ടമോ എന്നല്ല ചിന്തിക്കേണ്ടത്. അതിനേക്കാളപ്പുറം ഈ രാജ്യത്തിന്റെ ഐശ്വര്യമാണ്, രാജ്യത്തിന്റെ പൈതൃകമാണ്, ഈ രാജ്യത്തിന്റെ സംവിധാനത്തിന്റെ നിലനിൽപ്പാണ് എന്ന് ചിന്തിക്കാനും തിരിച്ചറിയാനും സാധിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയമായി കേരള രാഷ്ട്രീയത്തിൽ യാതൊരു പങ്കാളിത്തവുമില്ലാത്തൊരു വിഭാഗം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ വിഘടിത വിഭാഗത്തിന്റെ രാഷ്ട്രീയ പങ്കാളിത്തം കേരള രാഷ്ട്രീയത്തിൽ ഒരു മാധ്യമങ്ങളിൽ പോലും ചർച്ചയായിട്ടില്ല. ചർച്ചയാവാത്തതിന്റെ കാരണം എന്താണ്? ഈ വിഘടിത നേതാവ് ഇതേപോലെയുള്ള അറ്റകൈ പ്രയോഗങ്ങളൊക്കെ ജീവിതത്തിൽ ഓരോ തവണ മാത്രമേ ചെയ്യുള്ളൂ. 89 മുസ്ലിം ലീഗിനെതിരെ വലിയ വീരവാദം ഉന്നയിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഉടനെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നമംഗലത്ത് ചേർന്ന ഒരു പരസ്യമായ രാഷ്ട്രീയ നയവിശദീകരണ സമ്മേളനത്തിൽ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തണം എന്ന് പരസ്യമായി ആഹ്വാനം ചെയ്തു. ഇദ്ദേഹം പരസ്യമായി പരാജയപ്പെടുത്തണമെന്ന് ആഹ്വാനം ചെയ്തതിന് ശക്തമായൊരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം. ചരിത്രത്തിൽ ആദ്യമായി ആ കാലത്തിനിടയിൽ 19 നിയമസഭാ സീറ്റുകൾ കിട്ടി ആ തെരഞ്ഞെടുപ്പിൽ. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പരാജയപ്പെടുത്താൻ പറഞ്ഞാൽ ആ പരാജയപ്പെടുത്താൻ പറഞ്ഞ സ്ഥാനാർത്ഥി കൂടി കുറച്ചുകൂടി വോട്ടുള്ള ആളുകൾ ചെയ്തു എന്നർത്ഥം. അതിനുശേഷം അദ്ദേഹം ജീവിതത്തിൽ തെരഞ്ഞെടുപ്പിന്റെ നയപ്രഖ്യാപനം നടത്തിയിട്ടില്ല. അതേപോലെ പാണക്കാട് സാദാത്യങ്ങൾക്ക് മേധാവിത്വം ഉള്ള മുസ്ലിം സമൂഹത്തിൽ ആ മേധാവിത്വം തകർക്കാൻ വേണ്ടി ഇദ്ദേഹം വേറെ ഒരടവ് പ്രയോഗിച്ചു. ഓരോ ജില്ലകളിലും കാളിമാരെ നിയമിച്ചു. കാളിമാരെ നിയമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കാളിമാരുണ്ട് എന്നറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു മാസം ഉറപ്പിക്കണമല്ലോ. ആദ്യമായി കാളിമാരെ നിയമിച്ച ഉടനെ തന്നെ തൊട്ടടുത്ത ചെറിയ പെരുന്നാളിന്റെ മാസപ്പിറവി ഈ വിഭാഗം മാസം കാണുന്നതിന് മുമ്പ് തന്നെ ഉറപ്പിച്ചു. ആ മാസപ്പിറവി ഉറപ്പിച്ചതോടുകൂടി തന്നെ നമ്മൾ മാസം ഉറപ്പിച്ചാൽ ആരൊക്കെ പെരുന്നാൾ ആഘോഷിക്കും എന്ന് തിരിച്ചറിഞ്ഞോടുകൂടി പിന്നെ മാസം ഉറപ്പിക്കലും അവസാനിപ്പിച്ചു. ഇപ്പൊ മാസം കണ്ടു എന്ന് വന്ന് പറഞ്ഞാലും നിങ്ങൾ പാണക്കാട്ട് പോയിക്കോന്ന് പറയാണ്. ഞാൻ മാസം കണ്ടു എന്ന് പറഞ്ഞാലും കാളിയർ സ്വീകരിക്കൂല, പാണക്കാട് പോയിക്കൊള്ളാൻ പറയാം. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു തവണ മാസം ഉറപ്പിച്ചു, ഇനിമേലും ഉറപ്പിക്കൂല. ജീവിതത്തിൽ ആദ്യമായിട്ട് രാഷ്ട്രീയമായ നയപ്രഖ്യാപനം നടത്തി, ഇനിമേലും പ്രഖ്യാപനം നടത്തൂല. അതിനുശേഷവും ഓരോ തെരഞ്ഞെടുപ്പിനും ഇദ്ദേഹം ഇപ്പോൾ നയം പ്രഖ്യാപിക്കും എന്നൊക്കെ കരുതി ഇദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തും. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 2 നാൾ മുമ്പ് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിലെ അത് പറയുമ്പോ ഇപ്പൊ
തെരഞ്ഞെടുപ്പിന്റെ നയം പ്രഖ്യാപിക്കും എന്ന് വിചാരിച്ച് കുറെ പത്രക്കാർ വായി നോക്കി കുറെ സമയം അവിടെ ഇരിക്കും. എന്നിട്ട് ഇയാൾ ജിന്നിനോട് സംസാരിക്കണമാതിരി ഇങ്ങോട്ട് തൊട്ടാൽ അങ്ങോട്ട് തോണ്ടും, ഇങ്ങോട്ട് സഹായിച്ചാൽ അങ്ങോട്ട് സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ആർക്കാ പിന്തുണ എന്ന് മനസ്സിലാവില്ല. ആ രീതിയിൽ സംസാരിച്ചിട്ട് പ്രസംഗം അവസാനിപ്പിക്കും. അങ്ങനെ 2-3 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പത്രക്കാർക്ക് മനസ്സിലായി ഇയാൾക്കൊരു രാഷ്ട്രീയവും പറയാനില്ല, ഇയാൾക്കൊരു നയവും പറയാനില്ല. ഇതിന്റെ സത്യം എന്താണ്? ഇടക്കാലത്തൊക്കെ മതപരമായ കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞാൽ അനുസരിക്കുന്നൊരു വിഭാഗമുണ്ടായിരുന്നു. ഒരു വ്യാജമുടി കച്ചവടം തുടങ്ങിയതോടുകൂടി മതം പറഞ്ഞാലും വിശ്വസിക്കാത്ത ആളുകളാണ് സ്വന്തം അനുയായികൾക്കിടയിൽ. പക്ഷെ രാഷ്ട്രീയമായ കാര്യം പറഞ്ഞാൽ ഒരു കാലത്തും ആരും അംഗീകരിച്ചിട്ടില്ല. ഓരോ നാട്ടിലും അദ്ദേഹത്തിന്റെ അനുയായികൾ, ഓരോ രാഷ്ട്രീയ പാർട്ടികൾ നിലവിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. CPM-ൽ പ്രവർത്തിക്കുന്നവരുണ്ടാവാം, കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവാം, CPI-ൽ പ്രവർത്തിക്കുന്നവരുണ്ടാവാം, അങ്ങനെ പല പാർട്ടികൾ പ്രവർത്തിക്കുന്നുണ്ടാവാം, ഇപ്പൊ BJP-നും പ്രവർത്തിക്കുന്നവരുണ്ടാവാം. അപ്പൊ ഓരോ പാർട്ടികളും ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ നയമാണ്. അപ്പൊ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആർക്ക് വോട്ട് ചെയ്യണമെന്നത് ഉസ്താദ് പറയുന്ന അല്ല നോക്കുക, നേരെ മറിച്ച് അവന്റെ രാഷ്ട്രീയ നേതാവ് പറയുന്ന നോക്കുക. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് കേരളത്തിലില്ല. അതെല്ലാവർക്കും മനസ്സിലായപ്പോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരു രാഷ്ട്രീയ ചർച്ച തന്നെ ഇല്ലാതായി. അപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, ഇനി തൊട്ടടുത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പൊ ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴും ഞാൻ അങ്ങനെ രാഷ്ട്രീയ രംഗത്തും തെരഞ്ഞെടുപ്പിലൊന്നും ചർച്ചയാവാതെ പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കന്മാർ തിരിഞ്ഞു നോക്കൽ അവസാനിപ്പിക്കുമോ എന്ന ആശങ്ക വന്നപ്പോ വെറുതെ ഒരു വെടിപൊട്ടിച്ചു, ഞങ്ങൾ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയാണ്. അതാരാ പറഞ്ഞു എന്ന് എവിടെയില്ല. അപ്പൊ ഇദ്ദേഹം ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ മുസ്ലിം ജമാഅത്ത് എന്ന പേര് നൽകുന്നു. എന്നിട്ട് മുസ്ലിം ജമാഅത്ത് എന്ന സംഘടനയുടെ പ്രഖ്യാപനം നടത്തുന്നു എന്ന് പറയുന്നൊരു പരിപാടി. അപ്പൊ അവര് തന്നെ ബോധപൂർവം കുറെ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ചു. കാരണം ആള് കൂടണല്ലോ, ഒരു പരിപാടി വെച്ചാൽ പഴയ കാലത്തെ പോലെ അവർ പരിപാടികൾ സംഘടിപ്പിക്കാറില്ല, പ്രചരണങ്ങൾ സംഘടിപ്പിക്കാറില്ല, ആരും ഒന്നിനുമില്ല. ആ വെള്ളം കുടിച്ചോടുകൂടി എല്ലാവരും ഒരു തരം പരിഭ്രമത്തിലാണ്. അപ്പൊ ആളുകളെ കൂട്ടാൻ വേണ്ടി ഇതേപോലെ യന്ത്രങ്ങളും തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. അങ്ങനെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു എന്നൊരു അഭ്യൂഹം പരത്തി അതിനുശേഷം അതിന്റെ പേര് മുസ്ലിം ജമാഅത്താണ് എന്ന വേറൊരു പ്രചരണം ഉണ്ടാക്കി അവിടെ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്നു എന്ന് ഒരു പ്രചരണം ഉണ്ടാക്കി. അങ്ങനെ ആളുകളൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, ഇപ്പോ ഇന്ന ആൾക്ക് പിന്തുണ എന്ന് പറയുന്നു വിചാരിച്ച് കുറെ സാധുക്കൾ ഇയാളുടെ തനിനിറം തിരിച്ചറിയാത്ത പുതുതലമുറയിൽപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ ഇദ്ദേഹം പറയാൻ മുസ്ലിം ജമാഅത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല. അപ്പൊ അതുവരെ പറഞ്ഞൊക്കെ വെള്ളത്തിലായില്ലേ. അപ്പൊ അത് രാഷ്ട്രീയ പാർട്ടിയല്ല, പിന്നെന്ത് സംഘടനയാണ്? മതസംഘടന ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, മതസംഘടന നിലവിലുണ്ട്. യുവജന സംഘടന ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അതും നിലവിലുണ്ട്. വിദ്യാർത്ഥി സംഘടന അതും നിലവിലുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ കേരള മുസ്ലിം ജമാഅത്തുകാരന് അതിന്റെ ഉദ്ദേശം എന്താണ്? അത് പാഠം പഠിപ്പിക്കുന്ന പാർട്ടിയാണ്, വേറൊരു അജണ്ടയും പറയാനില്ല. അങ്ങനെ പാഠം പഠിപ്പിക്കുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സംഘടന ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഒരു മനുഷ്യൻ സമൂഹത്തിലും സംഘടനയിലും സ്വന്തം അണികൾക്കിടയിലും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ അവസാനത്തെ അടയാളങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനത്തെ അടയാളങ്ങൾ. എല്ലാ തന്ത്രങ്ങളും പയറ്റി. ഖാദിമാർക്ക് സമാന്തരമായിട്ട് വേറെ ഖാദിമാരെ നിയമിച്ചു, ആരും സ്വീകരിക്കുന്നില്ല. മഹല്ലുകൾക്ക് സമാന്തരമായിട്ട് വേറെ മഹല്ല് ഉണ്ടാക്കാൻ നോക്കി, സ്വീകാര്യത കിട്ടിയില്ല. പള്ളികൾക്ക് സമാന്തരമായിട്ട് വേറെ പള്ളി ഉണ്ടാക്കി, അതും വേണ്ടത്ര ക്ലച്ച് പിടിക്കുന്നില്ല. സ്ഥാപനങ്ങൾക്ക് സമാന്തരം വേറെ സ്ഥാപനം, മദ്രസകൾക്ക് സമാന്തരമായിട്ട് വേറെ മദ്രസ ഉണ്ടാക്കി. പക്ഷേ സമസ്ത കേരള ജമീഅത്ത് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ അപ്പോഴും ഇങ്ങനെ തളച്ചു വളർന്നുകൊണ്ടിരിക്കുന്നു. എവിടെയെങ്കിലും സ്വലാത്ത് മജ്ലിസ് ഉണ്ടെങ്കിൽ അതേ വെള്ളിയാഴ്ച രാവിലെ തന്നെ റോഡിന്റെ ഇങ്ങേ ഭാഗത്ത് വേറെ സ്വലാത്ത് മജ്ലിസ്. എന്നാൽ ആവാശിൽ നാലാൾ അങ്ങോട്ട് പോയാലോ? എന്നിട്ടത് ക്ലച്ച് പിടിച്ചോ?
അതും സ്വാധീനം ചെലുത്തി. എല്ലാത്തിനും സമാന്തരമായിട്ട് ഒരു മക്ബറക്ക് സമാന്തരമായിട്ട് വേറെ മക്ബറ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അതൊരു സംഭവിക്കാൻ പോകുന്ന സംഗതിയല്ല. പക്ഷെ ഇവർ വിട്ടില്ല. മക്ബറക്ക് സമാന്തരമായിട്ട് തൊട്ടപ്പുറത്ത് വേറെ നേർച്ചപ്പെട്ടി സ്ഥാപിച്ചിട്ട് ആ നേർച്ചപ്പെട്ടിയിൽ പൈസ പിരിച്ച് വേറെ ആണ്ട് നേർച്ച നടത്തി. എങ്ങനെയൊക്കെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു, എങ്ങനെയൊക്കെ സമൂഹത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിച്ചു. ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട് അവസാനം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിപണിയിലെ കച്ചവടച്ചരക്കാക്കി പോലും ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതിലും ആകെ ഇളിഭ്യരായി സംഘടനയിൽ വിഭാഗീയത വന്നു. ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന തിരക്കിലാണ്. ഇദ്ദേഹം തന്നെ പണം കൊടുത്ത്, ഇദ്ദേഹം തന്നെ പോലീസ് പറയാൻ ഏൽപ്പിച്ച്, ഇദ്ദേഹം തന്നെ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത്, അദ്ദേഹം കൊണ്ടുവന്ന വ്യാജ കേസത്തെ ന്യായീകരിക്കാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുത്ത തന്റെ അതേ ശിഷ്യൻ തന്നെ ഇപ്പോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സ്വന്തം പണം ചെലവഴിച്ചുകൊണ്ട് മൈക്ക് കെട്ടിയിട്ട് ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുക. 89-90 കാലത്ത് സ്വന്തം ഗുരുനാഥന്മാരായ കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുലമയും കെ അബൂബക്കർ ഹസ്രത്തിനെയും KV കൂറ്റനാടിനെയും KT മാനമുസേരെ പോലെയുള്ള നിഷ്കളങ്കരായ സാത്വികരായ പണ്ഡിതന്മാരെ തെരുവോരങ്ങളിൽ പച്ചക്ക് തെറിവിളിച്ചുകൊണ്ട് പ്രസംഗിച്ചിറന്ന ആ മനുഷ്യന് സ്വന്തം ശിഷ്യന്മാരിലൂടെ ഇന്നിതാ അതിന്റെ ഏറ്റവും ചരിത്രത്തിന്റെ ഒരു തിരിച്ചടിയായിരിക്കാം ഈ 25 വർഷം തികയുമ്പോ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ അവനെ അള്ളാഹു മുഖം കെടുത്തട്ടെ എന്ന് പറഞ്ഞ ആ പ്രാർത്ഥനയുടെ 25 വർഷം തികയുന്ന സമയത്ത് ഇതാ സ്വന്തം ശിഷ്യന്മാരാൽ തെരുവോരങ്ങളിലൂടെ സ്വയം തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന, സ്വയം പരിഹാസവാക്കുകൾ നേരിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് ആ വിഭാഗത്തിനിടയിൽ ഇത്രമേൽ രൂക്ഷമായ സംഘടനാപരമായ അടിയൊഴുക്കും തകർച്ചയുമാണ് നമ്മൾ നേർക്കുനേർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം നിലപാടുകളിൽ യാതൊരു മാറ്റം വരുത്തേണ്ട ഗതികേടില്ലാതെ, ആശയപരമായ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തേണ്ട സാഹചര്യമില്ലാത്ത ഇക്കാലം അത്രയും 90 വർഷക്കാലത്തിനിടയിൽ ദീനിന്റെ പ്രമാണങ്ങൾ പറഞ്ഞിടത്ത് യാതൊരു മാറ്റുത്തിരുത്തലുകളും വരുത്തിയെന്ന് എതിരാളികൾക്ക് പോലും പറയാൻ അവസരം കൊടുക്കാത്ത വിധം വളരെ ഭംഗിയായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി ഈ ഉമ്മത്തിനോട് സംസാരിച്ചു, സംവദിച്ചു എന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ 90 വർഷം ഈ ഉമ്മത്തിന് ചെയ്ത സംഭാവന. ആയിരക്കണക്കിന് പള്ളികളും മദ്രസകളും ദർസുകളും അറബി കോളേജുകളും യതീംഖാനകളും ഉണ്ടാക്കിയെന്നതല്ല, അതിനേക്കാൾ അപ്പുറം മുസ്ലിം സമൂഹത്തിനിടയിൽ അവന്റെ ഈമാൻ വഴിവിളപ്പിക്കാൻ വേണ്ടി ഓരോ സംഘടനകൾ ഓരോ വേഷം ധരിച്ചുകൊണ്ട് ഓരോ കാലത്ത് കടന്നു വന്നപ്പോ ബിദ്അഈ പ്രസ്ഥാനങ്ങളാണെങ്കിലും വിഘടിത സംഘടനകളാണെങ്കിലും വ്യാജ തരീഖത്തുകളാണെങ്കിലും തീവ്രവാദ സംഘടനകളാണെങ്കിലും അവരെല്ലാം മുഖം നോക്കാതെ നേരും നെറിയും വിളിച്ചു പറയാനും സത്യസന്ധമായ ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ദീനിന്റെ യഥാർത്ഥ മാർഗം സിറാത്തുൽ മുസ്തഖീം ഏതാണെന്ന് കാണിച്ചു കൊടുക്കാൻ തന്റെ ഇടം കാണിച്ചു എന്ന് മാത്രമല്ല, മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിന് കാവൽ നിൽക്കുക എന്ന പരമപ്രധാനമായ ഉത്തരവാദിത്വമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ 90 വർഷക്കാലം ഈ സമൂഹത്തിന് ചെയ്തു കൊടുത്തത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിശ്വാസപരമായും കർമ്മപരമായും വിദ്യാഭ്യാസ രംഗത്തും ദഅവാരംഗത്തും ഈ സമുദായത്തിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ചെയ്ത സംഭാവനയോട് കിടപിടിക്കത്ത രീതിയിൽ സത്യസന്ധമായ ദീനീപോത്രം നടത്തിയ മറ്റൊരു സംഘടനയെ ഇന്ന് സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ആ അർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ അംഗീകാരവും വിശ്വാസ്യതയും നേടിയെടുത്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ 90ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 90ാം വാർഷികത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സംഘടനയെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആദർശവിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ആദർശവിശുദ്ധിയെക്കുറിച്ച് കേരളത്തിൽ മറ്റു മതമേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയ്ക്കും പറയാൻ കഴിയാത്ത അത്രമേൽ പാപ്പരത്വം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇന്നും ആദർശവിശുദ്ധിയെക്കുറിച്ച് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിലേക്ക്, ജനകീയമായ അംഗീകാരത്തിലേക്ക്, ജനങ്ങളുടെ പിന്തുണയിലേക്ക് ഈ സംഘശക്തിക്ക് വളരാൻ സാധിച്ചത്. ഈ സംഘടനയെ പിന്തുണക്കുവാനും അതിനെ പ്രോത്സാഹിപ്പിക്കുവാനും അതിന്റെ സഹകാരികളായി പ്രവർത്തിക്കാനും സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം സംഘടനാപരമായ നേട്ടം എന്നതിനേക്കാളപ്പുറം നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സംഘശക്തിക്ക് ശക്തി പകരാൻ നമ്മുടെ ഓരോ നിമിഷ
നിമിഷങ്ങളും ജീവിതത്തിന്റെ ശിഷ്ടകാലം ചെലവഴിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ഇങ്ങനൊരു മേഖലാ സമ്മേളനം വളരെ വിപുലമായ രീതിയിൽ ക്യാമ്പുകളും പൊതുസമ്മേളനവും ഒക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടത്താൻ മുന്നോട്ട് വന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ SKSF-ന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്യുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.